എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനത്തിൽ ഇതേപോലെ ഇവിടെ വന്നിരുന്ന് ധന്വന്തിരിയും വല്ലഭ ഗണപതിയെയും കുറിച്ച് ഒരു വിശദമായ പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയിരുന്നു. ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് അനവധി സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. ഒരുപാട് പേരത് കേട്ടു. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ. ഒരു വിശേഷമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്, വളരെ അപൂർവതകളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ കുചേലവൃത്തം കഥ പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആദ്യം തന്നെ എൻ്റെ പ്രോഗ്രാമിന് മുമ്പ് ഇവിടെ ഒരു നൃത്ത പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിരിക്കാം ചിലവർ എത്തിയിട്ടുണ്ടാവുക, എനിക്കറിയില്ല. ഇനി സമയക്രമത്തിനനുസരിച്ച് മാറ്റം വരുത്തിയതാണ്. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടാണ് വരുന്നത്. അപ്പം എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത് നേരത്തെ ആക്കിയത്. ഞാൻ ആദ്യം തന്നെ ആ കലാകാരിയോട് എൻ്റെ ക്ഷമ ചോദിക്കുന്നു. ദയവ് ചെയ്ത് ക്ഷമിക്കുക. എനിക്കറിയില്ല ആരാണ് വ്യക്തി എന്ന് എനിക്കറിയില്ല. എന്തായാലും മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. ഷെഡ്യൂളിങ് എൻ്റെ കയ്യിലല്ലല്ലോ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ണൂർ ഭാഗവത സത്രത്തിൽ ഭഗവാന്റെ രാജസൂയം ആണ് പറഞ്ഞത്. ഇന്നിവിടെ കുചേലവൃത്തം, ഇനി വരാൻ മള്ളിയൂർ സത്രത്തിന് സന്താനോപാലം. ഭഗവാൻ അങ്ങനെ ഭാഗവതത്തിൽ തന്നെ ഏത് ക്രമത്തിലാണോ കഥകൾ വരണത് അത് മൂന്നെണ്ണം ഇപ്പം ഇങ്ങനെ തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെയാണ്. നാളെ കുചേല ദിനമാണ്. ഇവിടെ കഥകളിയുണ്ട്. വളരെ സുപരിചിതമായൊരു കഥയാണ്. എല്ലാവർക്കും കുചേലവൃത്തം എന്താണെന്നറിയാം. ഇതൊന്നും ഞാനതിൻ്റെ കഥയൊന്നും കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ നമ്മൾ കാണുന്ന കുചേലവൃത്തം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ് പഴകിയിട്ടുള്ളൊരു കഥയുടെ ആവർത്തനമാണ് വാസ്തവത്തിൽ. ആരും കുചേലനെ മനസ്സിലാക്കാനോ കുചേല പത്നിയെ മനസ്സിലാക്കാനോ ശ്രമിക്കാറില്ല. അവരെ മനസ്സിലാക്കിയ ഒരാളേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പൻ മാത്രമാണ്. ഗുരുവായൂരപ്പൻ അവരെ രണ്ടുപേരെയും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് അത്രയും മഹത്തായ ഒരു ലീല ആടുകയുണ്ടായത്. നമ്മൾ ഭക്തിക്ക് നവവിധ ഭക്തി, 9 തരം ഭക്തി എന്ന് പറയും. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞിട്ടാണ് വരിക അല്ലേ. ശ്രവണിച്ചാൽ കേൾക്കുക. കേട്ടിട്ട് ഭഗവാനെ കിട്ടിയിട്ടുള്ള ഒരാളേ ഉള്ളൂ. ഒരാളല്ല, അനവധി പേരുണ്ട്. എന്നാലും ഞാൻ എല്ലാ സ്ഥലത്തും പറയേണ്ടത് രുക്മിണിയാണ്. രുക്മിണി ഭഗവാനെ കണ്ടിട്ട് പോലുമില്ല. ഭഗവാൻ ആ തേരി പിടിച്ച് കയറ്റുന്ന സമയത്ത് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഭഗവാനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ അമ്മ കണ്ടിട്ടില്ല കൃഷ്ണനെ. പക്ഷെ കേട്ട് ഭഗവാനെ പ്രണയിച്ചു. ശ്രവണമാണ്. പ്രഹ്ലാദൻ അമ്മയുടെ ഗർഭത്തിൽ കിടന്നിട്ടും കേട്ടിട്ടാണ് ഭഗവാനെ ആദ്യം അറിഞ്ഞത്. നമ്മളൊക്കെ ആദ്യം കേട്ടിട്ടാണ്, നമ്മുടെ അച്ഛനമ്മമാരുടെയും ആരുടെയും ഒക്കെ ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടാണ്. ആരും അല്ലാണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ മുന്നിൽ പറന്നു വീഴുന്നില്ലല്ലോ. ഗുരുവായൂർ ജനിക്കുന്നവർ പോലും ആദ്യം കേട്ടിട്ട് പിന്നെയാണ് ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ശ്രവണത്തിൽ കൂടെ തന്നെയാണ് തുടക്കം. അത് അവസാനിക്കുന്നത് പോയിട്ട് അവനവനെ തന്നെ നിവേദിക്കുന്നതാണ്. അത് ചെയ്ത മഹാത്മാവ് മഹാബലിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മഹാബലി എന്ന് വിളിക്കുന്നത്. ഏറ്റവും വലിയ സാക്രിഫൈസ് ബലി ചെയ്ത ആളാണ്. അത് നമ്മളെ കൊണ്ടൊന്നും അത്ര പറ്റില്ല. അതിന് കാരണം നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ധാരണകളും അങ്ങനെ ആയതുകൊണ്ടാണ്. അതിന് തൊട്ട് മുന്നേ വരുന്ന ഭാവമാണ് സഖ്യം. സഖ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒപ്പം നടക്കുക, തോളത്ത് കൈയിട്ട് നടക്കുക. അതന്നെ ഗുരുവായൂരപ്പൻ്റെ തോളത്ത് കൈയിട്ട് നിങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സഖ്യമായി. അപ്പോൾ എട്ടാമത്തെയാണ് ഈ 9 തരം ഭക്തികളിൽ എട്ടാമത്തെയാണ് സഖ്യം. ഭഗവാനെ ഒരു രൂപമില്ല, ഗുണമില്ല, മാണമില്ലാത്ത ഒരു ബ്രഹ്മമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഭക്തിയുണ്ട്, നിർഗുണഭക്തി എന്നൊക്കെ പറയും. അതിലിതൊന്നും വരില്ല. പക്ഷെ നമ്മളെപ്പോലെ ഒരാളായിട്ട് അദ്ദേഹത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ അമ്മയെ കണ്ടാൽ, ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഈശ്വരനെ കണ്ട ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ അപ്പം ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ നടക്കും. അപ്പോഴേ ഇതിന് സാങ്കത്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കാര്യമില്ല. അപ്പോൾ ഗൗണീ ഭക്തി എന്നാ പറയുക. ഗുണം, ഭഗവാൻ ഒരു ഗുണം ആരോപിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരാളാണ്. നമ്മൾ പറയില്ല അയാളുടെ നല്ല സ്വഭാവമാണ്, അയാൾ വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു ഗുണം കൊടുക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ അയാളൊരു ദുഷ്ടനാണ് എന്ന് പറയുന്നത് ഒരു ഗുണം കൊടുക്കുകയാണ്, ഒരു സദ്ഗുണോ ദുർഗുണോ. അങ്ങനെ ഗുണം കൊടുത്തുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണുന്നതിനാണ് ഗൗണീ ഭക്തി എന്ന് പറയും. അതിലെ 8ാമത്തെ കാറ്റഗറിയാണ് ഈ സഖ്യം. സഖാവിൻ്റെ ഭാവം, കർമ്മം, ഭാവം,
എന്നൊക്കെ ശരിക്കും സഖ്യ ശബ്ദത്തിന് അർത്ഥമുണ്ട്. ഞാൻ ഒരുപാട് അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല, ചുരുക്കി പറയാം. കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാവം ഉണ്ടായിരിക്കുക, ഇതൊക്കെയാണ് ആ സഖ്യം ശബ്ദത്തിന്. അതാരിൽ നിന്ന് കിട്ടുന്നുവോ നിഷ്കളങ്കമായിട്ട് ഉള്ളൊരു ബന്ധമായിരിക്കും. അന്യോന്യം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ മുകളിൽ അവർക്ക് ആ റിലേഷനെ ഇതിൻ്റെ മുകളിലേക്ക് ഇനി എത്താനില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം, അന്യോന്യമുള്ള പരസ്പര സ്നേഹം. അതായത് ഗുണദോഷം ചെയ്യും, പറഞ്ഞു സുഖിപ്പിക്കൽ മാത്രമല്ല. യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ സുഖിപ്പിക്കലില്ല. ഒരു കാര്യം മോശമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നമ്മൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് നാട്ടിൻപുറത്ത് പറയും അല്ലേ? ഈ ചങ്ങാതി എന്നുള്ള വാക്ക് പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സാമൂതിരിപ്പാടിൻ്റെ കാലത്ത് അംഗരക്ഷകരായിട്ട് നായന്മാർ പോയിരുന്നതിൻ്റെ ചങ്ങാത്തം പോവാന്നാ പറയുക. കൂട്ടുപോവാണ് അംഗരക്ഷകരായിട്ട്. അതായത് സ്വന്തം ജീവൻ കൊടുത്തിട്ടും മറ്റവൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് പെയ്ഡ് ബോഡി ഗാർഡായിട്ട് പോകുന്നതാണ് ശരിക്ക് ചങ്ങാത്തം. അതൊരു ജോലിയായിരുന്നു. അത് നമ്മുടെ ഭാഷയിൽ ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് നായി മാറിയതാ. അപ്പം അവനവൻ്റെ താല്പര്യങ്ങളെക്കാട്ടിലും താൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുക. അങ്ങനെ നിലകൊള്ളുമ്പോൾ ആ വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെക്കാട്ടിലും താഴെയല്ല, രണ്ടുപേരും തുല്യ നിലയിലായിരിക്കണം. വളരെ പ്രധാനമാണ് സഖ്യത്തിലത്. ഭഗവാനും നമ്മളും ഒപ്പത്തിനൊപ്പമായിരിക്കണം. അല്ലാത്തൊരു മനോഭാവമുള്ള ആൾക്ക് ഭഗവാനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്ത് പൂജ കഴിക്കുമ്പോൾ പൂജാരി ശാന്തികാരൻ താഴെ ഇരുന്ന് ഭഗവാനെ എന്ന് പറഞ്ഞ് മേലോട്ട് നോക്കിയല്ല പൂജ കഴിക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സഹസ്രനാമം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, ലളിതാ സഹസ്രനാമം പറഞ്ഞപ്പോൾ തുല്യ നിലയിലുള്ളവർ തമ്മിലേ പൂജ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനവൻ ആത്മപൂജ ചെയ്ത് തന്നെ ബ്രഹ്മഭാവത്തിലേക്ക് ഉയർത്തിയിട്ട് ആ വിഗ്രഹത്തിലുള്ള ദേവനുമായിട്ട് താതാത്മ്യം പ്രാപിപ്പിച്ചിട്ടാണ് പൂജ കഴിക്കുന്നത്. ഏത് ചെറിയ അമ്പലത്തിലും വലിയ അമ്പലത്തിലും. അല്ലാതെ ഭഗവാൻ മുതലാളി ഞാൻ അടിയാളെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് പൂജ കഴിക്കാൻ പൂജയിൽ അത് പറ്റില്ല. അതേമാതിരിയാണ് സഖ്യത്തിൽ തുല്യമായിരിക്കണം. സമാനഖ്യായതേ ലോകൈരിതി സഖാ എന്നാണ് സഖി ശബ്ദത്തിന് വ്യുൽപ്പത്തി പറഞ്ഞിട്ടുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ സംസ്കൃതത്തിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്താണെങ്കിലും ഈ സഖ്യഭക്തിക്ക് വിഷയം എക്കോ ഉണ്ടോ? എക്കോ ഒന്ന് കട്ട് ചെയ്യൂ. ഭയങ്കര ഡിസ്റ്റർബിങ്ങാണ്. ഭഗവാനത് സുഖാവില്ല. സഖ്യഭക്തിക്ക് വിഷയം, താങ്ക് യു, ഈശ്വരനും അതിന് ആശ്രയമായിരിക്കുന്നത് ഈശ്വരൻ്റെ കൂട്ടുകാരുമാണ്. എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരൂപം എടുത്ത് ഭഗവാൻ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഭഗവാൻ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ഭഗവാന്റെ ഒപ്പത്തിനൊപ്പം നടക്കുന്ന ആൾക്കാരാണ് ഈ സൗഹൃദം പുലർത്തുന്നവരാണ് ഈ സഖ്യാസക്തരായിട്ടുള്ള ഭക്തന്മാർ. ശ്രീരാമാവതാര കാലത്ത് ആരൊക്കെയാ സഖാക്കൾ? സുഗ്രീവൻ, വിഭീഷണൻ, അവർ രണ്ടുപേരാണ് സഖാക്കൾ. കൃഷ്ണാവതാരത്തിലോ ഉദ്ധവൻ, അർജുനൻ, കുചേലബ്രാഹ്മണൻ. ഇവർ മൂന്ന് പേരാണ് ശരിക്ക് സഖാ എന്ന് പറഞ്ഞ തലത്തിൽ വരുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നമുക്ക് ലോകത്തിലെ കാര്യങ്ങളിൽ വലിയ വലിയ താല്പര്യങ്ങളുണ്ടാവും. നമുക്ക് അതിനോടൊരു ആകർഷണീയത വരും. ഇപ്പോൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഒരു കിക്കായിരിക്കും. യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക എത്ര വേണമെങ്കിലും, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എന്തിലെങ്കിലും ഒരു ഒബ്സഷൻ, ഓവറായിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതേ ഓവറായിട്ടുള്ള ഇൻ്റലിജൻസ് നമുക്ക് ഭഗവാങ്കൽ വന്നാലുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആരാധകരാ, ഭക്തരെന്ന് വിളിക്കരുത്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഭഗവാന്റെ അടുത്ത് പോകുന്ന ആൾക്കാരാണ്. ഈ ധന്വന്തരി മൂർത്തിക്ക് വേണ്ടി ഇപ്പം തല കൊയ്താൽ തയ്യാറായിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടാവുമോ? എൻ്റെ തല എടുത്തോ എന്ന് പറ, ആരെങ്കിലും ഒരു ചാൻസ് തരാം? പറ്റില്ല. അപ്പോൾ നമ്മുടെ നെഞ്ചി തൊട്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഭഗവാന് വേണ്ടി പ്രാണത്യാഗം ചെയ്യും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ചെയ്തിരുന്ന നമ്മുടെ പൂർവികരുണ്ട്, അത് വേറെ കാര്യം. ഇല്ല എന്ന് ഞാൻ അടിച്ചു പറയുന്നില്ല, ഉണ്ടാവാം, പക്ഷെ ഒരു പൊതു സാമാന്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്രയ്ക്കും ഭഗവാനോട് നമ്മളെ അടുപ്പം വരുമ്പോൾ നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട്, നമ്മുടെ നേച്ചർ എന്താ, നമ്മളെ കുട്ടിക്കാലം തൊട്ട് വളർത്തി കൊണ്ടുവന്നിട്ടുള്ള നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഭഗവാനോടും ശാന്തമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും. ഭഗവാൻ അവിടെയുണ്ട്, നമ്മളും ഇവിടെയുണ്ട്.
ദാസ്യമായിട്ട് ഭഗവാന് വേണ്ടി ജോലി ചെയ്യുക. ചില ആൾക്കാർക്ക് ഒരു മന്ത്രം അറിയില്ല, പൂജ അറിയില്ല, ഒന്നും അറിയില്ല, ഇത് ആവശ്യമില്ല, നാമം പോലും അറിയില്ല. പക്ഷെ അവർ അമ്പലത്തിൻ്റെ മുറ്റത്ത് കുറച്ച് പൂക്കളോ ചപ്പോ ചവറോ എന്തെങ്കിലും കിടക്കണുണ്ട്, അവരോട് ഒരു ചൂലെടുത്തിട്ട് അടിച്ചു വരും, അവിടെ വൃത്തിയാക്കും. ഒരു വിളക്ക് കരി അവിടെ ഉണ്ടെങ്കിൽ ആ കരി തുടച്ച് കളയും. ചന്ദനം ചുമരി തേച്ച് വൃത്തികേടാക്കില്ല, മറ്റുള്ളവർ വൃത്തികേടാക്കിയതിന് അവർ കഴുകി കളയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ പിന്നെ വരുന്നതാണ് സഖ്യം, പിന്നെ വാത്സല്യം. വാത്സല്യഭക്തി ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ, വിസ്തരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാത്സല്യഭക്തിയിൽ ഭഗവാന്റെ അടുത്ത് ഒരിക്കലും പോയിട്ട് ഭഗവാനെ എനിക്ക് ചെയ്തു തരണേ എന്ന് പറയരുത്, അദ്ദേഹത്തോട് കൽപ്പിക്കണം. നമ്മൾ മക്കളോട് എങ്ങനെ കൽപ്പിക്കണം അതേമാതിരി കൽപ്പിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും, ഇല്ലെങ്കിൽ ഭഗവാന് കൺഫ്യൂഷനാവും. വാത്സല്യഭക്തിയുടെ ഏറ്റവും വലിയ അപകടം അതാണ്, നമ്മൾ ചെയ്യണ അപകടം. ഉണ്ണി 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 എന്ന് വിളിക്കുകയും ചെയ്തിട്ട് ഉണ്ണി എന്ന് ചെയ്ത് തരണേ എന്ന് പറഞ്ഞ കുട്ടികളാണ്, പറഞ്ഞാൽ കേൾക്കില്ല, അവരവരുടെ പാട്ടിന് പോകും. നേരെ മറിച്ച് അവിടെ പിടിച്ച് നിർത്തി ചെയ്യിപ്പിക്കണം. പക്ഷേ ന്യായമായത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമില്ലെങ്കിൽ ആ കർമ്മം നമ്മുടെ പുറകെ വരും. സഖ്യഭക്തിയിൽ കുറച്ചുകൂടെ മേലോട്ട് കയറിക്കഴിഞ്ഞാൽ മാധുര്യഭക്തി, അത് പ്രണയ. അതിന് പുരുഷൻ എന്നൊരു സംഭവം ഇല്ല. ലോകത്തുള്ളവരൊക്കെ സ്ത്രീയായാൽ മാത്രമേ ഭഗവാനെ മധുരഭക്തിയെ കൂടെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. പുരുഷ ശരീരം ഉണ്ടെങ്കിലും മനസ്സിൽ സ്ത്രീയാവാത്തവന് ഭഗവാനെ കിട്ടില്ല മാധുര്യഭക്തിയിൽ. അതാണ് ഈ രാധാകൃഷ്ണ സങ്കല്പത്തിൻ്റെയൊക്കെ പ്രത്യേകത. ആണായിരുന്നു കൊണ്ട് നമുക്ക് ആണായ ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കില്ല. അപ്പം മനസ്സിൽ പുരുഷൻ സ്ത്രീയായി മാറും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ സ്ത്രീയായി മാറിയത് കൊണ്ടാണ് എനിക്ക് ഭഗവാനെ അങ്ങനെ കിട്ടിയതെന്ന്. മനസ്സിൽ സ്ത്രീയാവാത്തവന് മാധുര്യഭക്തിയിൽ ജയിക്കാനും പറ്റില്ല. അത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ കരുതുന്ന മാതിരി ഇന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കണ മാതിരി ഇപ്പോൾ വൃന്ദാവന യാത്ര, കണ്ടക്ടൂർ, രാധാകൃഷ്ണൻ ഇതൊക്കെയാണല്ലോ നമ്മുടെ ലൈവുകളിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഏറ്റവും അപകടം പിടിച്ച ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് പ്രണയഭക്തി. വളരെ സൂക്ഷിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. പെട്ടെന്ന് ആൾ കുഴികളിലേക്ക് വീണു പോകും. അതാണ് ആ ഭക്തിയുടെ ഏറ്റവും വലിയ അപകടം. നശിക്കാൻ നിമിഷങ്ങൾ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഖ്യഭക്തി പുലർത്താൻ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. വാത്സല്യഭക്തി നമുക്ക് പിന്നെയും പറ്റും, ഭഗവാനെ മകനായി കാണാൻ സാധിക്കും. മാധുര്യഭക്തി ആണ് ഞാൻ ഭഗവാനുമായിട്ട് പ്രണയത്തിലാണ്, എൻ്റെ യഥാർത്ഥ ഭർത്താവ് ഭഗവാനാണെന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിനെ പൂർണ്ണമായൊരവസ്ഥയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഞാൻ കഴിയുന്നത്ര ലളിതമാക്കി പറയാൻ ശ്രമിക്കുകയാണ്. അധികം ഭക്തരും ദാസ്യമാർഗമാണ് എടുക്കാറ്. ഭഗവാൻ മുതലാളി, ഞാൻ തൊഴിലാളി, ഭഗവാന്റെ അടിയാളൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. കാരണം അത് എളുപ്പമാണ്. അത് ആ മാർഗം അംഗീകരിച്ചു. അപ്പോൾ ഭഗവാനെ നമ്മൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹാപ്രഭു എന്ന് വിളിക്കും. അങ്ങനെ മഹാപ്രഭുവായിട്ട് വിളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ സഖ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് നമ്മുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും, അതേമാതിരി നമ്മളോട് കലഹിക്കുകയും ചെയ്യും. എന്ത് സ്വാതന്ത്ര്യം എടുക്കും, കുസൃതി കാണിക്കും, പണി തരും, ചിലപ്പോൾ നമ്മളെ പറ്റിക്കും, ഏപ്രിൽ ഫൂളാക്കും, പലതും ചെയ്യും. ഇതൊക്കെ ഭഗവാനും ചെയ്യും. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ചെയ്യാം, അത് യാതൊരു സംശയമില്ല. പക്ഷെ എന്നാലും ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉയർച്ച എവിടെ വരണറിയോ? ഭഗവാൻ ഒരു സുഹൃത്തിൽ നമ്മൾ ഒരു ദോഷം പോലും കാണാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്താ ഭഗവാൻ ഈഗോ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഭഗവാൻ ഈഗോ ഉള്ളതുകൊണ്ടല്ല. സുഹൃത്ത് ബന്ധം ഉത്തമമാവുന്നത് അന്യോന്യം ദോഷമേ കാണാത്ത അവസ്ഥയിലേക്ക് രണ്ടുപേരുടെ പെരുമാറ്റത്തെ മെച്ചപ്പെടുത്തുമ്പോഴാണ്. അല്ലാണ്ട് ഒരുത്തൻ്റെ കുറ്റം കണ്ടിട്ടും പറയാണ്ടിരിക്കലല്ല. അർജുനനോട് ഭഗവാൻ എന്താ പറഞ്ഞത്? ഗീത പറഞ്ഞു കൊടുക്കുമ്പോൾ, നീ എൻ്റെ സുഹൃത്താണ്, എന്നിട്ടും നീ എന്നിൽ ഒരു തവണ പോലും ദോഷം കാണാത്തത് കൊണ്ട് ഞാൻ നിനക്ക് പരമമായിട്ടുള്ള ഈ അറിവ് തരാം എന്ന് സന്തോഷത്തോടെ ഉള്ളു നിറഞ്ഞാൽ പറഞ്ഞു. അങ്ങനെയാണ് ഗീത പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല. കാരണം ഭഗവാനിൽ ഒരു ദോഷം പോലും അർജുനൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല, ഒരിക്കൽ പോലും. അങ്ങനെ നോക്കുമ്പോൾ 4 തരത്തിൽ ഭഗവാനിൽ സഖ്യഭക്തി പുലർത്തിയിരുന്ന ആൾക്കാരെ വിഭജിച്ചിട്ടുണ്ട്. സുഹൃത്ത് എന്ന് പറയും ആദ്യത്തെ ആളെ, രണ്ടാമത്തെ ആളെ സഖാവ് എന്ന് പറയും, അത് കഴിഞ്ഞാൽ പ്രിയ സഖൻ എന്ന് പറയും, 4ാമത്തെ ആളിന് ഏറ്റവും ഉയർന്ന ആൾ നർമ്മസഖൻ എന്ന് പറയും. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷനാണ്, 4 തരത്തിലാണ് സുഹൃത്തിനെ വിഭജിച്ചിട്ടുള്ളത്. പൊതുവിൽ സുഹൃത്തുക്കളെ അങ്ങനെ വിഭജിക്കേണ്ടത്, പക്ഷെ ഭഗവാന്റെ കാര്യത്തിലായതുകൊണ്ട് അത് വിശേഷിച്ചും പറയണം. അതിൽ ശ്രീകൃഷ്ണനേക്കാൾ പ്രായം കൂടിയിരുന്ന ആൾക്കാരുണ്ട്. അവർ എന്നാൽ ഭഗവാനെ സുഹൃത്തായിട്ട് നിന്നുകൊണ്ട് നിയന്ത്രിക്കും. ഭഗവാൻ ചെറുപ്പമാണ്, കണ്ണാ അത് ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കുണ്ടാവും അങ്ങനത്തെ മുതിർന്ന സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെക്കാട്ടിലും ഒരു 20 വയസ്സെങ്കിലും മൂത്ത ആൾക്കാരാണ്. അത് എൻ്റെ ഒരു 5 വയസ്സ് തൊട്ട് അങ്ങനെയാണ്. എനിക്ക് മുതിർന്ന സുഹൃത്തുക്കൾ എന്നും ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചിരിക്കും.
എനിക്ക് എൻ്റെ സമപ്രായക്കാരോ എന്നേലും താഴ്ന്ന പ്രായങ്ങളിലുള്ള കുട്ടികളോ ആയിട്ടുള്ള സൗഹൃദങ്ങളെക്കാട്ടിലും എനിക്ക് മുതിർന്ന ആൾക്കാരുമായിട്ടായിരുന്നു എക്കാലത്തും സൗഹൃദം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചോയ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ ഭഗവാനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയുന്ന മുതിർന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഭഗവാൻ വളരെ ഫ്രണ്ട്ലിയാണ്, അവരും ഭഗവാനുമായിട്ട് ഫ്രണ്ട്ലിയാണ്. അങ്ങനെയുള്ളവരെയാണ് സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. സുഭദ്രൻ, ബലഭദ്രൻ സഹോദരനാണെങ്കിൽ പോലും, മണ്ഡലീഭദ്രൻ, ഗോഭടൻ, ഇന്ദ്രഭടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ കൂടെ അങ്ങനെ മുതിർന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. ഒക്കെ ചേട്ടൻ ഫ്രണ്ട്സാണ് ഭഗവാന്റെ. അവരൊക്കെയാണ് സുഹൃത്തുക്കൾ. ഇനി ഭഗവാനേക്കാൾ പ്രായം കുറഞ്ഞതും എന്നാൽ ഭഗവാന്റെ എല്ലാ കയ്യിലിരിപ്പുകൾക്കും കൂട്ടായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഭഗവാന്റെ സകല വ്യവഹാരങ്ങൾക്കും വികൃതികൾക്കും ലീലകൾക്കൊക്കെ ഭഗവാന് കൂട്ടായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. വിശാലൻ, ദേവപ്രസ്ഥൻ, വൃഷഭൻ, ഓജസി തുടങ്ങിയിട്ടുള്ള ഭക്തന്മാർ, അവരാണ് സഖാക്കൾ. ഭഗവാനേക്കാൾ പ്രായം കുറഞ്ഞവർ, ഭഗവാന്റെ ഒപ്പം നടക്കുന്നവർ, അതാണ് അതിൻ്റെ കാറ്റഗറി. അപ്പോൾ ശ്രീകൃഷ്ണനേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരെയാണ് സഖാക്കൾ എന്ന് വിളിച്ചിരുന്നത്. ഭഗവാന്റെ സമവയസ്കരുണ്ട്, അതേ പ്രായമുള്ള ആൾക്കാർ. സുദാമാവ് ഒന്നാമത്തെ ആൾ, കുചേലൻ ഒരേ വയസ്സാ. ശ്രീദാമാവ് രണ്ടാമത്തെ ആൾ, ദാമാവ്, വസുദാമാവ്, അംശു, ഭദ്രസേനൻ, ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഖൻ എന്ന് പറയുന്ന അവസ്ഥയിൽ വരുന്നത്. അതായത് പ്രിയ സഖന്മാരിൽ പെട്ടവരാണ് അവരൊക്കെ, പ്രിയ സഖൻ. അപ്പോൾ കുചേലൻ പ്രിയ സഖനാണ്, സുഹൃത്തല്ല, സഖാവല്ല, പ്രിയ സഖനാണ്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് ഈ കഥയിലേക്ക് വലിയ ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരണം ആദ്യം. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് സമ്പൂർണ്ണ തുല്യത, എല്ലാറ്റിലും ഭഗവാന്റെ തുല്യത. ഭഗവാനാണോ, കണ്ടാൽ പോലും ഭഗവാനാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ തുല്യത പുലർത്തുന്നവരും, കുലമഹിമ കൊണ്ട്, കാര്യപ്രാപ്തി കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട്, ചിന്തയുടെ രീതികൾ കൊണ്ട്. നമ്മൾ പറയില്ലേ, അവനും ഞാൻ ഒരേ മാതിരിയാണ് ചിന്തിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തുപോണത് എന്ന് പറയും. അതുപോലെ അത്രയ്ക്കും ഒപ്പത്തിനൊപ്പം പോകുന്ന രണ്ടാൾക്കാർ, അർജുനൻ, സുബലൻ, വാസന്തൻ, ഉജ്ജ്വലൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്നും അത്ര പ്രസിദ്ധരല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഇവരൊക്കെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. തുല്യ പ്രാധാന്യത്തോടുകൂടി ഭഗവാന്റെ ഒപ്പം നടന്നിരുന്നവരാണ്. അർജുനൻ മഹാപ്രസിദ്ധനായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം. നരനാരായണന്മാരെന്നാണ് പറയുക നമ്മളല്ലേ, ഭഗവാനെയും അർജുനനെയും. അപ്പോൾ അവർ ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നിട്ടുള്ള രണ്ടാൾക്കാരാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നരൻ എന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണ്, നാരായണൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒഴിച്ചു വെക്കുന്ന ജല. നാരായണന് ഷെയ്പ്പില്ല, അദ്ദേഹത്തെ എവിടെ ഒഴിച്ചു വെക്കണോ ആ ഷെയ്പ്പ് അദ്ദേഹം എടുക്കും. ആ ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എന്താ വെച്ചാൽ അത് നരൻ. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണ ശരീരം നരനാണ്, അതിൻ്റെ അകത്തിരിക്കുന്ന നാരായണനാണ്. അർജുന ശരീരം നരനാണ്, അതിൻ്റെ അകത്തിരിക്കുന്ന നാരായണനാണ്. നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നരനാണ്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ ചൈതന്യം ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമസ്കരിച്ചത് നിങ്ങളെ. നിങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ കണ്ടിട്ടാണ് ഞാൻ നമസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗൗരവത്തോടെ വേണം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാൻ. കാരണം നിങ്ങൾ ഗുരുവായൂരപ്പന് വേണ്ടി കേൾക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും, ഭഗവാന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ പോലും കുറച്ചെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു അത്രയും നർമ്മസഖന്മാർ. പ്രത്യേകിച്ച് അർജുനനോട് ഭഗവാൻ പങ്കുവെക്കാത്ത കാര്യങ്ങൾ തുലം കുറവാണ്. ഇരുമയും ഒരാത്മാവുമായിട്ടാണ് അവർ സഞ്ചരിച്ചിരുന്നത്. എന്താണെങ്കിലും ഈ സഖ്യഭക്തിയുടെ സുദൃഢമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, മൈത്രി, മിത്രത, അതാണ് അതിൻ്റെ ജീവശക്തി തന്നെ. അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അലൗകികമായിട്ടുള്ള അത്ഭുതങ്ങളും ലീലകളും ഒക്കെ കാണാൻ ഭാഗ്യം ചെയ്തിട്ട് പോലും ഗോപബാലന്മാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ കൂട്ടുകാർ തങ്ങളിൽ ഒരുത്തനായിട്ടേ അദ്ദേഹത്തെ കണ്ടുള്ളൂ. അവർക്കതേ സാധിച്ചുള്ളൂ. ആ ബാലന്മാർ ഗോപാലകൃഷ്ണനെ കളിയാക്കിയിട്ടുണ്ട്, ആ ഉണ്ണി അടിച്ചിട്ടുണ്ട്, അവർ പിച്ച് മാന്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഭഗവാനും അവരും തമ്മിലുള്ള ആ മൈത്രീ ബന്ധം സദാ ദൃഢമായിരുന്നു. ഭഗവാൻ ഒരിക്കലും അവരെ മറന്നില്ല, അവർ ഭഗവാനെയും മറന്നില്ല. നമ്മൾ സാധാരണ ഒരു കാര്യം കണ്ടിട്ട് പറയണതിനെ ആഖ്യാനം എന്നാ പറയാം. ഒരാൾ പറഞ്ഞ് കേട്ടറിഞ്ഞിട്ട് അതിനെ വേറെ സ്ഥലത്ത് പോയി പറഞ്ഞാൽ അത് ഉപാഖ്യാനായി. വ്യാസമഹർഷിയാണ് സകലതും കണ്ട ആൾ. ശുഗമഹർഷി മകനാണ്, അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല. പരീക്ഷിത്ത് ചോദിക്കുന്നത് ശുഗമഹർഷിയോടാണ്, എന്താ ഉണ്ടായത്, എൻ്റെ മുത്തച്ഛന്മാർ പാണ്ഡവന്മാരുടെ കഥ പറയൂ. അപ്പം ശുഗമഹർഷിയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതം മുഴുവൻ ആഖ്യാനല്ല. ആഖ്യാനം കണ്ടു പറഞ്ഞ, മഹാഭാരതം ആഖ്യാനമാണ്, കണ്ടു പറഞ്ഞതാ. ഇത് ഉപാഖ്യാനം. അതുകൊണ്ടാണ് കുചേലോപാഖ്യാനം എന്ന് പറഞ്ഞത്.
കുചേലൻ്റെ ഉപാഖ്യാനമാണ്, പറഞ്ഞ് കേട്ടറിഞ്ഞ കഥയാണ്. അതുകൊണ്ട് കേട്ടറിഞ്ഞ കഥയായതുകൊണ്ട് ഇത് ഈ ട്രാക്കിലേ ശരിയാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതിന് നമുക്കറിയാത്ത വേറെയും തലങ്ങൾ ഉണ്ടാവാം. നേരെ വെച്ച് കണ്ടറിഞ്ഞ കാര്യങ്ങൾ അതങ്ങനെ കേട്ടോ അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് അടിച്ചുറപ്പിച്ച് പറയാം. അഭിമന്യുവിൻ്റെ തല ഗത കൊണ്ട് തല്ലി തകർത്തത് ജയദ്രഥനാണെന്ന് അടിച്ചുറപ്പിച്ച് പറയാം. ആ മർഡറിൻ്റെ ഉത്തരവാദി അയാളാണ്, അതുകൊണ്ട് അയാളെ കൊല്ലണം എന്ന് നമുക്ക് പറയാം. പക്ഷെ ഉപാഖ്യാനങ്ങളിൽ അങ്ങനെയല്ല. നമ്മളറിയുന്നത് കയ്യളവ്, അറിയാത്തത് കടലളവ്. തമിഴിൽ പറയും തെരിഞ്ഞത് കയ്യളവ്, തിരിയാതത് കടലളവ് എന്ന് പറയും. അതുപോലെ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ മാത്രമേ ശുഗമഹർഷി പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കുചേലൻ, ആരാണ് കുചേലൻ എന്നുള്ള ആ വശങ്ങളിലേക്ക് പോയിട്ടില്ല ശരിക്ക്. അത് നമുക്ക് ചിന്തിച്ചെടുക്കാനും അന്വേഷിച്ചറിയാനും വേണ്ടി വിട്ടു തന്നാണ്. അനന്തവീര്യനാണ് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുക്കണവൻ. ആ ഭഗവാന്റെ കൂടുതൽ പ്രഭാവങ്ങളെപ്പറ്റി കേൾക്കണം എനിക്കെന്നാണ് പരീക്ഷിത്ത് പറഞ്ഞത്. രാജസൂയം കേട്ടു, സാല്യോദം കേട്ടു, അതായത് ജരാസന്ധനെ വധിച്ചത് കേട്ടു, ശിശുപാലനെ കൊന്നത് കേട്ടു, ഭഗവാനെ അഗ്രപൂജ ചെയ്ത് അഭിഷേകം ചെയ്തത് കേട്ടു, ഇതൊക്കെ കേട്ടു, സാല്യനെ വധിച്ചത് വരെ കേട്ടു, എല്ലാം കേട്ടു. പരീക്ഷിത്ത് പറഞ്ഞു മതിയായില്ല, എനിക്ക് ഇനിയും കേൾക്കണം. മരിക്കാൻ കാത്തിരിക്കുന്ന ഒരാളാണ്. നമ്മളാണ് ഈ ചെയ്യോ 7-ാം ദിവസം, ഇന്നേക്ക് 7-ാം ദിവസം ഞാൻ മരിക്കും, ഇരുന്ന് കഥ കേൾക്കും. ആരെങ്കിലും? ഒരാളും ചെയ്യില്ല, ഒരാളും കഥ കേൾക്കില്ല. അദ്ദേഹം ഇരുന്ന് ഭഗവാനെ, തൻ്റെ മനസ്സിനെ എത്രത്തോളം ഭഗവാൻകളിക്ക് ആ പ്രാണം വിടുന്ന നേരത്തേക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുമോ അതിനു വേണ്ടി ഇരുന്ന് കേൾക്കുക ഭഗവാന്റെ ചരിത്രം മുഴുവൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് ഞാൻ മമ്മിയൂർ പറഞ്ഞാണത് ആദ്യം, പല സ്ഥലത്തും ഞാൻ പറയുന്നുണ്ട്, മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. ജപിക്കുക, തപം ചെയ്യുക, അതൊക്കെ അതിലേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. റിഗ്രറ്റുകളില്ലാണ്ട് ശരീരം വിടാൻ പറ്റണം. ശരീരം വിടുന്ന നേരത്ത് ഭഗവാൻ മാത്രം മനസ്സിലുണ്ടാവണം. ചില്ലറ അഭ്യാസം പോരാ, ഒരു ജീവിതകാലം മുഴുവൻ അഭ്യസിച്ചാലേ അതിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് കുട്ടികളെ ഇപ്പം നിങ്ങൾ കളിച്ചു കിടക്കും, വയസ്സാകുമ്പോൾ നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കല്ലേ. ആ സമയത്തേക്ക് ആരോഗ്യം ഉണ്ടാവില്ല, മനസ്സിനുണ്ടാവില്ല, ശരീരത്തിനുണ്ടാവില്ല, ഇതിനൊന്നും. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്ത് ലൗകിക ജീവിതം ആയിക്കോട്ടെ, എത്ര സമൃദ്ധമായിട്ടുള്ള ജീവിതം ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ജീവിച്ചുകൊണ്ട് തന്നെ ഭഗവാൻകളിക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക മനസ്സിനെ. അതൊന്നും വിട്ട് ഓടിപ്പോണമെന്നോ സന്യാസം സ്വീകരിക്കണമെന്നോ ഞാൻ പറയില്ല. ഞാൻ സിനിമാ ഡയറക്ടറാണ്, ഞാൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പറയണേ, എനിക്ക് ഇത്രയെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്രമാത്രം സാധിക്കുന്ന ഞാൻ പറയാറ്. അപ്പോൾ കുചേലൻ പക്ഷെ ചിന്തിച്ചത് വേറൊരു വഴിക്കായിരുന്നു. അവിടെയാണ് പ്രശ്നം വരണം. കുചേലൻ്റെ ചിന്തകളിൽ വരുന്നത് എന്താ, ആ ചിന്ത എന്താണെന്ന് നമുക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ആ കഥ തുടങ്ങുമ്പോഴുള്ള ഒരു ശ്ലോകം, സാവാഗ്യയാതസ്യ ഗുണാൻ ഗൃണീതേ കരൗച തത്കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യകഥാസകർണ. ആ ഗുരുവായൂരപ്പൻ്റെ ഗുണമഹിമകൾ കീർത്തിക്കുന്നതാണ് ഏറ്റവും സഫലത തരണ വാക്ക്. ഭഗവാന് വേണ്ടി ജോലി ചെയ്യണ കൈകളാണ് സഫലത തരണ കൈകൾ. എല്ലാ ജീവനുള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ കുടികൊള്ളുന്ന ആ ചൈതന്യത്തിനെ സദാ സ്മരിക്കുന്നതാണ് യഥാർത്ഥ മനസ്സ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുണ്യചരിതങ്ങൾ കേൾക്കണതാണ് യഥാർത്ഥ ചെവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണത്. ശിരസ്തു തസ്യോ ഭയലിംഗമാനമേ തദേവ യത് പശ്യതി തദ്ധി ചക്ഷു അംഗാനി വിഷ്ണോരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ഈശ്വരൻ്റെ നിശ്ചലമായിട്ടുള്ള പ്രതിമകൾ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലുള്ള പ്രതിമകൾ, അതേമാതിരി ആ ഭഗവാന്റെ രൂപത്തിൽ നിന്ന് തോന്നിപ്പിക്കുന്ന വണ്ണമുള്ള ഭക്തജനങ്ങൾ, ഇവരെ രണ്ടു കൂട്ടരെയും നമസ്കരിക്കുന്നതാണത്ര യഥാർത്ഥ ശിരസ്. യുദ്ധം തുടങ്ങി അവിടെ അപ്പോഴേക്കും ഇവയെ അതേപടി കാണുന്നതാണ് കണ്ണ്. വിഷ്ണുവിൻ്റെ ഭക്തരുടെയും ഭഗവാന്റെയും ഭക്തരുടെയും പാദതീർത്ഥം ശരീരത്തിൽ അണിയുമ്പോഴാണ് അത്ര, അതിനെടുത്ത് കുളിക്കുമ്പോഴാണ് ഭഗവാന്റെ തീർത്ഥം എടുത്ത് നമ്മൾ ശരീരത്തിൽ അണിയുമ്പോഴത്ര നമ്മൾ കുളിച്ചു എന്ന് പറയാനും പറ്റുള്ളൂ, നമ്മുടെ അംഗങ്ങൾ ശുദ്ധമായി എന്നും പറയാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു പൂജയ്ക്ക് പോലും അങ്ങനെയല്ലേ പറയാം, അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോ വിവ യത് സ്മരേത് പുണ്ഡരീകാക്ഷം സ ബാഹ്യാഭ്യാന്തര ശുചി എന്ന് പറഞ്ഞിട്ടാണ് അകത്തും പുറത്ത് ശുദ്ധാവട്ടെ എന്നൊരു പൂജാരി, ഒരു അർച്ചകൻ പറയുന്നത്. നമ്മൾ പൂജ കഴിക്കുമ്പോൾ അങ്ങനെയാണ് പറയുക, അകത്തും പുറത്തും ശുദ്ധാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം. ശുദ്ധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എവിടെയൊക്കെ ഭഗവാനെ കാണാൻ പറ്റുണ്ടോ അതൊക്കെ ശുദ്ധം, എവിടെ ഭഗവാനെ കാണാൻ പറ്റണില്ലയോ അവിടെ അശുദ്ധം. ഇത്രയേ ഉള്ളൂ ശുദ്ധി അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഏറ്റവും മോശമായിട്ടുള്ളൊരു വസ്തു പന്നിമാംസം, അളിഞ്ഞു പൊഴുത്ത പന്നിമാംസം ഒരു അഘോരിക്ക് കൊടുത്തു നോക്കൂ, ശിവോഹം എന്ന് പറഞ്ഞിട്ട് കഴിക്കും. കാരണം അത് ശിവനാണ്. അറപ്പ് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വസ്തുവിനോട് പ്രപഞ്ചത്തിൽ അറപ്പ് തോന്നിയാൽ പിന്നെ ഈ വേദാന്തം പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം ഭഗവാനാണെങ്കിൽ പിന്നെ അതും ഭഗവാനല്ലേ.
ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ സാധാരണക്കാർക്ക്. പക്ഷെ ആ തലത്തിലാണ് നിൽക്കുന്നത് മഹാത്മാക്കൾ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായിരുന്നു അത്രേ കുചേലൻ. ശരിക്കും കുചേലൻ ചെറുപ്പം തൊട്ട് കുചേലൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുചേലൻ ഐഡിയലിസ്റ്റ് ആയിരുന്നു. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഐഡിയലിസ്റ്റ് എന്ന് പറയും. അതായത് ജീവിതം ഇങ്ങനെ ആയിരിക്കണം, അതിന് ഇന്ന ചിട്ടകൾ ഉണ്ടാവണം, ആ ചിട്ടകൾക്കനുസരിച്ചേ ഞാൻ ജീവിക്കുള്ളൂ, അത് ആരെന്ത് എതിർത്താലും എനിക്ക് വിഷയമല്ല, എനിക്ക് ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പിടിവാശി ചെറുപ്പം തൊട്ടുള്ള ഒരാളായിരുന്നു സുദാമ ബ്രാഹ്മണൻ. അപ്പം ശുഗമഹർഷി ഇനിയും ലീലകൾ കേൾക്കണം ഭഗവാന്റെ എന്ന് പറയുമ്പോൾ ഇനി പരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു കഥ ഇതായിരിക്കണം എന്ന് മനസ്സിലാലോചിച്ച് തൻ്റെ പിതാവിനെ വേദവ്യാസ മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് പറയാണ്, കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ശ്ലോകത്തിൽ. ഞാൻ അധികം ശ്ലോകങ്ങളിലേക്ക് പോയില്ല, ഇനി കുറച്ച് ആ ഭാഗവതത്തിൻ്റെ ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടും ആ പുണ്യം, ആ മന്ത്രശബ്ദങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും പറഞ്ഞു എന്ന് മാത്രം. കൃഷ്ണന് ബ്രഹ്മവിത്തായിട്ടുള്ളൊരു ബ്രാഹ്മണ സ്നേഹിതനുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ, വെറും ബ്രാഹ്മണനല്ല, ജാതി കൊണ്ട് അവൻ കുലത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ആരും ബ്രാഹ്മണനാവില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ. ആ ബ്രഹ്മത്തിന്റെ പാതയിൽ ചരിക്കുന്നത് ബ്രഹ്മചര്യം, അല്ലാണ്ട് സ്ത്രീ പുരുഷ ബന്ധം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതല്ല ബ്രഹ്മചര്യത്തിന്റെ ഒരു കാലത്തും അർത്ഥം. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മചാരികളിൽ ഒരാൾ ശ്രീകൃഷ്ണനാണ്. അതിന്റെ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതേ പരീക്ഷിത്ത് മരിച്ച് ചാപിള്ളയായിട്ട് ഉത്തരയുടെ ഗർഭത്തുനിന്ന് പുറത്തു വന്നപ്പോൾ കൃഷ്ണൻ എന്തു പറഞ്ഞിട്ടാണ് കൃഷ്ണനെ ആ കുട്ടിയെ തൊടാൻ സപ്തർഷികൾ വിളിച്ചതെന്ന്. ബ്രഹ്മചര്യമുള്ള, ഇന്നേ വരെ ബ്രഹ്മചര്യം നശിപ്പിക്കാത്ത ഒരാൾ സ്പർശിച്ചാലേ ഈ ചാപിള്ള എണീക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു മഹർഷിക്കും ആ കുട്ടിയെ വന്ന് തൊടാൻ ധൈര്യം വന്നില്ല. ദ്രൗപദി പറഞ്ഞത് കേട്ടിട്ട് ഭഗവാൻ എഴുന്നേറ്റ് വന്ന് ഭഗവാൻ തൊട്ടിട്ട് പറയണം, ഞാൻ കംസനെയും എൻ്റെ അമ്മാവനായ കംസനെയും അവൻ്റെ കൂട്ടാളികളെയും എൻ്റെ അച്ഛനെയും അമ്മയും തടവിലിട്ടതിൻ്റെ പ്രതികാരമായിട്ടല്ല, മറിച്ച് ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ വധിച്ചതെങ്കിൽ ഈ കുട്ടി എണീക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൊടുക ചെയ്തു. അപ്പോഴാണ് പരീക്ഷത്ത് കൈകാലിളക്കണത്. ആ കുട്ടി കാരണമാണ് നമുക്ക് ഈ ഭാഗവതം കിട്ടിയത്. ഇല്ലെങ്കിൽ ഭാഗവതം നമുക്ക് കിട്ടില്ല. അപ്പം ഭഗവാൻ പുനർജീവനം കൊടുത്തതാണ് തൻ്റെ ബ്രഹ്മചര്യ ശക്തി കൊണ്ട്. അപ്പം ഭഗവാന്റെ ബ്രഹ്മചര്യ ശക്തി കാത്തുരക്ഷിക്കുന്നുണ്ട് ഭാഗവതത്തിനെ. ആ ഭാഗവത ഗ്രന്ഥത്തിൽ ഭഗവാന്റെ ശക്തിയാണ്. അപ്പം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ പാതയിൽപ്പെടും. എന്താ ഈ ബ്രഹ്മത്തിൻ്റെ പാത? വളരെ എളുപ്പമാണ്. ലോകത്തുള്ള ബാക്കിയുള്ള സകല അറിവുകളും കൂട്ടിവെച്ചാലും വരാത്തൊരു വസ്തുണ്ട്. അതിനെയാണ് ഭട്ടപാദര് സാന്ദ്രാനന്ദാവബോധം എന്ന് പറഞ്ഞു തുടങ്ങിയതും അവസാനിപ്പിക്കുമ്പോൾ പരമാനന്ദ സന്തോഹലക്ഷ്മിയും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതും നാരായണീയത്തിൽ. ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന ബോധമാണ്. അത് നമ്മുടെ ശരീരത്തിനെ കേന്ദ്രീകരിച്ച് ഞാൻ ശരത് ആണ് ബ്രഹ്മം, അതല്ല അവിടെ അർത്ഥം. ബ്രഹ്മബോധം വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവരുടെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ചിലപ്പോൾ ആ വേദന ഇവിടെ അനുഭവിക്കും. ഒരാളുടെ മനസ്സ് സന്തോഷിച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രാണി കൊല്ലപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രാണിക്ക് അവിടെ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വേദന ഇവിടെ അറിയും. കാരണം എല്ലാം ഒരു ശരീരമായി, എല്ലാം ഒരു ശരീരമായുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ആനന്ദമായിട്ടുള്ളൊരവസ്ഥ മാത്രമാണ് ശരിക്കും. അതിൻ്റെ ഏറ്റവും ഉത്തുംഗമായിട്ടുള്ള അവസ്ഥയിൽ സമാധിയിൽ അതാണ് അനുഭവിക്കുന്നത് നമ്മൾ. തുരീയം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബ്രഹ്മവിത്തമനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാധനയിൽ അത്ര ഉയർന്ന ആളായിരുന്നു കുചേലൻ എന്ന് ഫസ്റ്റേ ശുഗമഹർഷി പറഞ്ഞു. കൃഷ്ണനൊരു സഖാവ് ഉണ്ടായിരുന്നു. ആ സഖാവ് ബ്രഹ്മവിത്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കഴിച്ചു. കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല, അവിടെ ചിന്തിക്കാം. അദ്ദേഹം എങ്ങനെയുള്ളവനായിരുന്നു? ഇന്ദ്രിയങ്ങളെ അടക്കിയവനായിരുന്നു. എന്ത് കിട്ടിയാലും തിന്നുക, സുഖം തേടി പോവുക, ഇതൊന്നുമില്ല. ഭക്ഷണസുഖം, കാമസുഖം, ധനസുഖം, ഇതൊന്നത്തിലും താല്പര്യമില്ലാത്ത ഒരാൾ. എന്നാൽ അതിൽ വല്ല വിഷമമുണ്ടോ അദ്ദേഹത്തിന്? ഇല്ല. പ്രശാന്ത മനസ്സായിരുന്നു കുചേലന്. വിഷമമില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രഭാഷണങ്ങളിലും ഈവൻ നമ്മുടെ ദൃശ്യകലകളിലൊക്കെ അടിച്ചു കയറ്റുന്ന പോലെ കുചേലൻ കരഞ്ഞു പിഴിഞ്ഞ് എൻ്റെ ദാരിദ്ര്യം, എൻ്റെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞ തലയ്ക്ക് തല്ലി നടന്ന ആളല്ല. ദേവി ഇത് അത്തരം ധാരണകളൊക്കെ എടുത്ത് ദൂരെ കളയൂ. കുചേലനൊരു ഋഷിയാണ്. അദ്ദേഹത്തിനെ കുചേലൻ തന്നെ വിളിക്കണതേ സങ്കടമാണ്. കീറിപ്പറഞ്ഞ ചേല ഉടുത്തവൻ, വസ്ത്രമെടുത്തവൻ ആയതുകൊണ്ട് പാവം കുചേലൻ, കീറത്തുണി ഉടുത്തവൻ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചതാ. ഇപ്പൊ കുബേരനെ കുബേരൻ എന്ന് വിളിക്കുന്ന മാതിരി അദ്ദേഹത്തിന് നല്ലൊരു പേരുണ്ട്, വൈശ്രവണൻ. കാണാൻ കൊള്ളാത്ത ദേഹമുള്ളവൻ, കാശുള്ളവനെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് കുബേരൻ, അവനെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിനെ കുബേരൻ എന്ന് വിളിക്കരുത്. അതൊരു മോശം വാക്കാ. കുചേലൻ എന്നുള്ളതും മോശം വാക്കാണ്. അപ്പോൾ
സുദാമ ബ്രാഹ്മണന്റെ കാര്യമാണ് പറയണത്. അദ്ദേഹം ഇന്ദ്രിയങ്ങളെ അടക്കി പ്രശാന്ത മനസ്സോടെ ഇരിക്കും. ഈ പ്രശാന്തനാവാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹം തൻ്റെ സ്വന്തം ഇച്ഛപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ വ്രതമായിട്ട് ദാരിദ്ര്യത്തെ സ്വീകരിച്ച ആളാണ്. കാരണം പ്രാചീന ഭാരതത്തിൽ ബ്രാഹ്മണൻ സ്വയമേവ ദാരിദ്ര്യം സ്വീകരിച്ചിരിക്കണം. അവൻ്റെ ജോലി കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചോദിക്കുന്നവൻ അറിവ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ദക്ഷിണയ്ക്ക് വേണ്ടിയോ മറ്റൊന്നിനു വേണ്ടിയോ പോവില്ല. എന്നാൽ അറിഞ്ഞ് ദക്ഷിണ ചെയ്യും മറ്റുള്ളവരവർക്ക്. അങ്ങനെയായിരുന്നു. അതിൽ തന്നെ വളരെ കഷ്ടമായിട്ടുള്ള വ്രതങ്ങൾ ചെയ്തിട്ട് തങ്ങളുടെ പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് വ്രതമെടുത്തിരുന്നവരുണ്ടായിരുന്നു. നമുക്കിവിടെ മര്യാദയ്ക്ക് ഒരു ദിവസം ഏകാദശി മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇദ്ദേഹം ജീവിതം മുഴുവൻ ഏകാദശിയാണ്. ഇങ്ങേർക്ക് രാവിലെ ഭാര്യയും മക്കളും ഉള്ളത് കൊണ്ട് 1 മണിക്കൂർ ഭിക്ഷയ്ക്ക് പോകും. എല്ലാ വീടിനും മുന്നിൽ പോയി നിൽക്കും. വാതിലൊന്നും തട്ടില്ല, കോളിംഗ് ബെൽ അടിക്കില്ല, അമ്മാന്ന് വിളിക്കില്ല. ആരെങ്കിലും കുചേലൻ വന്നിട്ടുണ്ടെന്ന് കണ്ട് പുറത്ത് വന്ന് വല്ലതും കൊടുത്താൽ വാങ്ങും. അതും 3 വീടുകളിൽ നിന്നേ വാങ്ങുള്ളൂ. 3 വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല, അന്ന് പട്ടിണി. ഇതൊക്കെ ത്യാഗരാജസ്വാമികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ദാരിദ്ര്യത്തെ സ്വീകരിക്കണം. ഭക്തി ഉണ്ടാവണമെങ്കിൽ ദാരിദ്ര്യം വേണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള മണ്ടത്തരം അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്തുകൊണ്ട് ഭഗവാൻ ധനം കൊടുക്കാറില്ല ഭക്തർക്ക് പൊതുവിൽ എന്ന് ചോദിച്ചാൽ, മഹാലക്ഷ്മിയെ കിട്ടിയാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ലാത്തവനാണ് അത് കൊടുക്കാത്തത്. പക്വതയുള്ളവന് ഭഗവാൻ കൊടുക്കും, കൊടുത്തിട്ടുമുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പണമുള്ളവന് ഭഗവാനെ കിട്ടില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. അനവധി കഥകളുണ്ട്. മഹാസമ്പന്നരായിട്ട് അതിലൊന്നും മനസ്സുറപ്പിക്കാണ്ട് ഭഗവാനിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ഒന്നുമില്ലാതെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിരിക്കണേക്കാട്ടിലും കഷ്ടം. ആണോ അല്ലയോ? നല്ല ആരോഗ്യമുള്ള ഭാര്യയും മക്കളും സമ്പത്തും കാറും വീടും എല്ലാ പ്രതാപങ്ങളും ഇരുന്നിട്ടും ജനകനെ പോലെ, സീതയുടെ പിതാവായിട്ടുള്ള ജനകൻ ബ്രഹ്മർഷിയെ പോലെ ഭഗവാൻകൾ മനസ്സുറപ്പിച്ചിരിക്കാൻ സാധിച്ചിട്ട് എന്നിട്ട് പൂർണ്ണമായിട്ടും ഇരിക്കുന്ന പ്രവർത്തികൾ, ചെയ്യുന്ന പ്രവർത്തികൾ വൃത്തിയായിട്ട് ചെയ്യുക. ഭാര്യയ്ക്ക് മക്കൾക്കും വേണ്ടേ ചെയ്തു കൊടുക്കുക, നാട്ടുകാർക്ക് വേണ്ടേ ചെയ്തു കൊടുക്കുക, സമൂഹത്തിന് വേണ്ടേ ചെയ്തു കൊടുക്കുക, പ്രകൃതിക്ക് വേണ്ടേ ചെയ്തു കൊടുക്കുക, അവനവന് വേണ്ടതും ചെയ്തിട്ട് എല്ലാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാ? കൃഷ്ണൻ ഭഗവാൻ തന്നെ. ഗുരുവായൂരപ്പന്റെ മുകളിൽ ഇതിന് വേറൊരു ഉദാഹരണത്തിനെ കാണില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ യോഗേശ്വരൻ എന്ന് വിളിച്ചത്. അല്ലാണ്ട് അദ്ദേഹം കാട്ടിപ്പോയിരുന്നുണ്ടല്ല. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്ന് കാണിച്ചു കൊടുത്ത ആളാ ഗുരുവായൂരപ്പൻ. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നാലേ അത് കിട്ടുള്ളൂ. എന്തുകൊണ്ട് അമ്മയുടെ ഉപാസനകൾ ശ്രീവിദ്യ സന്യാസിക്ക് ഉപദേശിക്കാൻ പാടില്ല പറയും? അവനവന്റെ ശരീരത്തിനെ പിണ്ടം വെച്ച ആൾക്ക് ശ്രീവിദ്യ ഉപദേശിക്കാൻ അർഹതയില്ല. അവനവന്റെ ശരീരം അമ്മയാ, പ്രകൃതി, അത് പരാശക്തിയാ. ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിച്ചിട്ട് എനിക്ക് ആത്മാവുമായിട്ടുള്ള ശിവൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ശ്രീവിദ്യയുടെ ഉപാസന പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ചോദ്യം. അപ്പൊ ഭഗവാന് പോന്ന സുഹൃത്താണോ എന്ന് ചോദിച്ചാൽ ഭഗവാന് പോന്ന സുഹൃത്താണ് ബ്രഹ്മത്തിൽ മനസ്സുറപ്പിച്ച കാര്യത്തിൽ. പക്ഷെ രണ്ടുപേരുടെ രീതികൾ രണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഇവർ ഈ 64 ദിവസം ആകെ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുള്ളൂ സാന്ദീപനയുടെ ആശ്രമത്തിൽ. കുചേലൻ അതിനു മുന്നേ അവിടെ വിദ്യാർത്ഥിയാണ്. ഭഗവാൻ അവിടെ ചെന്നു, ക്രാഷ് കോഴ്സ് പെട്ടെന്ന് പഠിച്ചു. ഇരട്ട ക്ലാസ് ആയിട്ടൊന്നുമല്ല, പോയിട്ട് ഒറ്റ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. കയറാനും ഇറങ്ങാനൊന്നുമില്ല. 64 ദിവസം കൊണ്ട് പഠിക്കാനൊക്കെ പഠിച്ചിട്ട് ടൈമില്ല മൂപ്പർക്ക്. 9.5 വയസ്സ് വരെ കാലുമേച്ച് കടന്ന് സമയം കളഞ്ഞു. അക്ഷരം പോലും വായിക്കാറില്ല ഗുരുവായൂരപ്പന്. അക്ഷരം അറിയില്ല. കംസനെ കൊല്ലുന്ന കാലത്ത് ഭഗവാന് കൂട്ടി വായിക്കാറിയില്ല. കൂട്ടി വായിക്കാൻ പഠിക്കണത് പിന്നെ പോയിട്ടാ, ഒരു കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ടാ പോയിട്ട് കൂട്ടി വായിക്കുന്നത്. അപ്പൊ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിട്ടതാ. അങ്ങനെ പോയിട്ട് പഠിച്ചിട്ട് 64 ദിവസം കൊണ്ട് ആ യോഗേശ്വരൻ തനിക്കറിയണ കാര്യങ്ങളൊക്കെ ലോകർക്ക് ഒരു ഗുരുനാഥന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറുടെ താഴെ പോയിരുന്ന് പഠിക്കണം. ഈ അറിവുകൾ മുഴുവൻ ആ മഹാജന്മത്തിൽ തന്നെയാണ്, ആ ഭഗവാനും തന്നെയാണ് വരുന്നത്. അതിൻ്റെ സ്രോതസ്സേ അദ്ദേഹമാണ്. അത് അദ്ദേഹം സാന്ദീപനി കൂടെ തിരിച്ചൊന്ന് സ്വീകരിച്ചു. അപ്പൊ കുചേലനെ അക്കാലത്തെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അന്നേ നിഷ്ഠ വളരെയധികമാണ്. വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. തൻ്റെ ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള അനവധി സാധനാക്രിയകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് വേഗം കൂട്ടുകൂടി. പരമാത്മാവായതുകൊണ്ട് ഭഗവാനോട് കുചേലനും അത്ര തന്നെ അഫെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാൻ പറയും, സുദാമ, ഇതല്ല വഴി, ഇങ്ങനെയല്ല വേണ്ടത്.
ജീവിതത്തിന്റെ നിറവിൽ ഇരുന്നു കൊണ്ട് സാക്ഷാത്കാരം നേടണം. അതിലാണ് മെറിറ്റ്. ഉണ്ടായാലല്ലേ കളയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ത്യജിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാവണം. ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം ത്യജിക്കാൻ. ഉണ്ടാക്കാത്ത ഒരു സാധനത്തിന് ഞാൻ ഒക്കെ കളഞ്ഞിട്ട് പോയിരിക്കണമെന്ന് പറയിച്ചാൽ, ഞാൻ എൻ്റെ കുടുംബത്തിന് സകലത്തിന് ഉപേക്ഷിച്ചു, വീട്ടിൽ ചെന്ന് നോക്കിയറിയാം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെ ടോട്ടൽ ഫെയിലിയറായിട്ട് ഓടിപ്പോയതായിരിക്കും. എന്നിട്ട് പറയും ത്യാഗമാണെന്ന്. എന്നിട്ട് കാഷായ വേഷം ധരിച്ചിട്ട് വന്നിരുന്നിട്ട് ഗൃഹസ്ഥർക്ക് ഉപദേശം കൊടുക്കും. അപ്പോ ഭഗവാൻ പറയുന്നു ഉണ്ടാക്കണം ആദ്യം, എന്നിട്ട് ത്യജിക്കണം. കുചേലൻ കേൾക്കില്ല. കൃഷ്ണ നിനക്കത് പറയാം, എൻ്റെ രീതി വേറെയാണ്. നീ ക്ഷത്രിയൻ, ഞാൻ ബ്രാഹ്മണൻ. അപ്പൊ ജാത്യാലുള്ള തൻ്റെ ഒരു മേൽക്കോയ്മ കൂടെ അദ്ദേഹം പറയും, എൻ്റെ രീതി ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ആരും ഉപദേശിച്ച് മാറ്റിമറിക്കാനൊന്നും നോക്കണ്ട എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കൂടെ കഴിഞ്ഞ കാലത്ത് ഭഗവാൻ അറിയാം എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മുന്നിൽ, എൻ്റെ കളത്തിൽ, ഇൻ മൈ ഓൺ ഗ്രൗണ്ട്, ഈ ബ്രഹ്മവിത്തമനായിട്ടുള്ള ഈ അർഹതയുള്ളവന് യഥാർത്ഥ സാക്ഷാത്കാരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഭഗവാൻ അങ്ങനെയാണ്. ഭഗവാന് വാശിയും വൈരാഗ്യവും ഭഗവാൻ ആരോടും ഇല്ലല്ലോ. എല്ലാവരെയും കൈപിടിച്ച് കയറ്റണമെന്നേ ഉള്ളൂ ഭഗവാൻ. എല്ലാവരെയും കൈപിടിച്ച് കയർത്തുക. ഗുരുവായൂരപ്പൻ ഒരാളോട് ദേഷ്യപ്പെടില്ല. മഹാദേവനും അങ്ങനെയാണ്. നമ്മൾ വെറുതെ പറയുകയാണ് ഭഗവാൻ കോപിച്ചു എന്നൊക്കെ. ഭഗവാൻ ആരോടും കോപില്ല. ഭഗവാന് സങ്കടമേ ഉള്ളൂ. നമ്മൾ എന്താ ഇത്രയും കഴിവുണ്ടായിട്ട്, അവസരങ്ങളുണ്ടായിട്ട് ജീവിതം തൊലച്ച് കളയണം എന്നുള്ള സങ്കടങ്ങൾ മാത്രമാണ്. പെറ്റ അമ്മയ്ക്ക് എന്താ തോന്നുക? എത്ര മക്കളായാലും അവർ ദേഷ്യപ്പെട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ സ്നേഹം ഉണ്ടാവും. എന്തിനാ ഇങ്ങനെ ഒരു നല്ല ജന്മം നശിപ്പിക്കണമെന്ന് അവർ ചിന്തിക്കുള്ളൂ അല്ലേ? അതേപോലെയാണ് ഭഗവാന്റെ കാര്യം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ആ കുചേല ഭാഗം വരുമ്പോൾ ഭട്ടപാദർ നാരായണീയം ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞ് ഗുരുവായൂരപ്പന് വിഷമാവും. ആ കുചേലോഖ്യാനം തുടങ്ങണ തന്നെ 87-ാമത്തെ ദശകത്തിൽ കുചേലനാമാഭവതസ്സധീർത്ഥ്യതാം ഗതസ്സ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമീ ഗൃഹാശ്രമീ. സാന്ദീപനിയുടെ ഗൃഹത്തിൽ വസിക്കുന്ന കാലത്ത് അങ്ങയുടെ കൂടെ പഠിച്ചവനായിട്ടുള്ള ആ ശാന്തശീലനും ഗൃഹസ്ഥാശ്രമസ്ഥൻ അന്നേ തന്നെ ചെറുപ്പത്തിലേ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഭട്ടതിരിക്കും. ഭഗവാന് 9-10 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം 9-10 വയസ്സേ കാണുള്ളൂ. അല്ലെങ്കിൽ ഒരു 10-13 വയസ്സുണ്ടാവും മാക്സിമം അവർക്ക് രണ്ടുപേർക്കും. അന്നേ കുചേലൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും നാരായണീയം വായിച്ചാൽ. കാരണം അന്നേ ഗൃഹസ്ഥാശ്രമം ഉള്ള ആളാണെന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ അങ്ങയിൽ മാത്രമുള്ള പ്രേമം കൊണ്ട് ധനം മുതലായവയിൽ ആശയില്ലാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരിവിനൊക്കെ ചുരുക്കിയാ പറയാം. ഒരു ശ്ലോകമെങ്കിലും നാരായണീയം പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഈ കുചേലന്റെ മനസ്സിനെ പ്രശാന്തം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മനസ്സിനെ കുഴപ്പത്തിലാക്കുന്നത് 3 തരം ഏഷണകളാ. ഏഷണിയല്ല, ഏഷണ എന്ന് പറയും. ആ 3 തരം ഏഷണകളെന്ന് പറഞ്ഞാൽ ശരിക്കും ഭാര്യയോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം, ധാരേഷണ എന്ന് പറയും. പിന്നെ മക്കളോടുള്ള പുത്രേഷണ എന്ന് പറയും. 3ാമത്തത് ധനത്തിനോട് വിത്തേഷണ എന്ന് പറയും. ഇങ്ങനെ 3 ഏഷണകളുണ്ട്. ഈ 3 ഏഷണകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സംഗത ഉണ്ടാവില്ല. നിസ്സംഗത വരണമെങ്കിൽ ഇതിനെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഭഗവത് ഭക്തി വന്നാലേ ഒരാൾക്ക് നിസ്സംഗത കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ വെറുതെ ഭഗവത് ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ല. ഉള്ളതൊക്കെ ഭഗവാന്റെ ആണെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുക. ഇപ്പം രാവിലെ എണീച്ചു, ഒരാൾ വന്നു, രാവിലെ എണീച്ച് പുറത്തിറങ്ങിയിട്ട് അയാൾ നമ്മളെ ചീത്ത വിളിച്ചു. ആ ചീത്ത നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കി. ഭഗവാനോട് പറയണം, ഗുരുവായൂരപ്പ രാവിലെ എണീച്ച് പുറത്തു വന്നു, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, എന്നാലും ആ സങ്കടം ആ കരച്ചിലൊക്കെ ഞാൻ നിനക്ക് തരുന്നു. അവിടുന്ന് പോയേക്കണം. അത് ഭഗവാന് കൊടുത്തിട്ട് അത് മനസ്സിൽ വെച്ചേക്കരുത്. അവിടുന്ന് അങ്ങോട്ട് പോയേക്കണം. കുറച്ചു പേരും ചെന്നു, ഒരാൾ നിങ്ങളെ കണ്ടു, ഭയങ്കര പ്രശംസ, നിങ്ങളെ ഒരുപാട് പ്രശംസിച്ചു, ഗംഭീരായിട്ടോ അസലായിട്ടോ എന്നൊക്കെ പറഞ്ഞാലും അതും ഭഗവാന് കൊടുത്ത് അവിടുന്ന് പോയേക്കണം. എപ്പോഴും മനസ്സ് ഒഴിച്ചിട്ടോണ്ടേയിരിക്കണം. എന്ത് കിട്ടിയാലും, നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും എല്ലാ സന്തോഷങ്ങളും സകലതും അപ്പ സ്റ്റോക്ക് തീർത്തുകൊണ്ടിരിക്കണം. ഒന്നും വെച്ചേക്കരുത്. ഇനി മറന്നുപോയാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞ 2 മണിക്കൂറിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ തന്നിരിക്കണോ പറഞ്ഞിട്ട് പോയേക്കണം.
രാത്രി കിടക്കാൻ പോകുമ്പോൾ പറയണം ഇന്നത്തെ ദിവസം കിട്ടിയത് മുഴുവൻ തന്നിരിക്കണു പറഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങണം. മൂപ്പര് ഉറങ്ങണ്ടെന്നേ, നമ്മളെ ഇതിൽ കൊണ്ടിട്ടത് അദ്ദേഹമാണല്ലോ. അപ്പോൾ പുള്ളി ഉറങ്ങണ്ട, നമ്മളത് അദ്ദേഹത്തിൽ കൊടുത്തേക്കുക. രാവിലെ എണീച്ചിട്ട് പറയുക, മുൻകൂറായി പറയുക ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ മുൻകൂറായി തന്നിരിക്കണമെന്ന് പറയാം. അപ്പോൾ ബന്ധം ഉണ്ടാവില്ല, രക്ഷപ്പെടാം. കുചേലൻ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്. ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരാളാണ്. 2 കാരണം കൊണ്ട് അവർ അദ്ദേഹത്തിനെ എതിർക്കാറില്ല. അവർക്കറിയാം അദ്ദേഹം സ്വയം വരുത്തി വെച്ചിരിക്കുന്ന പട്ടിണിയാണിതെന്ന്. കാരണം കുചേലൻ അതിബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ സദസ്സിൽ പോയിട്ട് ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞ് എത്ര വേണമെങ്കിലും രത്നങ്ങളും സ്വർണമൊക്കെ സമ്മാനമായിട്ട് മേടിക്കാനുള്ള കഴിവുള്ള ആളാണ്. ഭഗവാന്റെ ഒപ്പം ബുദ്ധിശക്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചെറിയ ബുദ്ധിയല്ല. അങ്ങനെയുള്ള ഒരാൾ, നമ്മൾ പറയില്ലേ ചിലപ്പോൾ ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും നിങ്ങൾ എത്ര കഴിവുള്ള ആളാണ്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് പറയും. അമ്മ അങ്ങനെ പറയില്ല. അമ്മയ്ക്ക് അറിയാം അദ്ദേഹത്തിന് ഇത്രയ്ക്ക് കഴിവുകളുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്രതത്തിനെ അമ്മ മാനിച്ചു. അധികം ഭാര്യമാരും ചെയ്യില്ല അത്. ചില ആചാര്യന്മാർ പറയും ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യമാണെന്നുള്ള ആ പഴയ കാലത്ത് ആ ചിട്ട, വിദ്യ കൊടുക്കൽ മാത്രമാണ്, ദക്ഷിണ ചോദിക്കരുത്, അറിഞ്ഞു കിട്ടണം സ്വീകരിക്കുക പഴയ വ്രതം അനുഷ്ഠിച്ചിരുന്നവർ പ്രാചീന ഭാരതത്തിൽ പോലും വിരലിലെണ്ണാവുന്നവരത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഏറ്റവും ഉയർന്ന ആളായിരുന്നു അത്ര കുചേല ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാരിന് വേറെ 10 പേരുണ്ടെങ്കിലും അതിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കുചേലന്റെ പത്നിയെപ്പോലും സ്ത്രീയെ കാണില്ല എന്ന്. കാരണം അവർക്ക് അത്ര ഈശ്വര വിശ്വാസവും തൻ്റെ പതിയിൽ അത്രയും വിശ്വാസവും തൻ്റെ പതിയുടെ വ്രതത്തിനൊരു ഭംഗം വരുത്തരുത് എന്നുള്ളത് കൊണ്ട് ഏത് പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിറങ്ങിയോ നല്ല ഉണ്ണാനും ഉടുക്കാനുള്ള വീട്ടിൽ നിന്നാ. പക്ഷെ ഭർത്താവ് സ്വയം വരിച്ചിട്ടുള്ള ദാരിദ്ര്യത്തിനെ ആ അമ്മ സ്വീകരിക്കുകയാണ്. യൗവനായിരുന്നപ്പോൾ എന്താന്ന് വെച്ചാൽ അവർ 2 പേരും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ആരോഗ്യമുണ്ട്, പട്ടിണി സഹിക്കാൻ പറ്റിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. ആ കുട്ടിക്കുള്ള പാലും കാര്യങ്ങളും നോക്കണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പ്രസവമായി. അങ്ങനെ 3-4 മക്കളൊക്കെ ആയി. അങ്ങനെ 3-4 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. പിന്നെ നമ്മളാരും ചെറുപ്പമാവുമല്ലോ, വർഷങ്ങൾ കഴിയുന്തോറും എല്ലാവരും താഴോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നു. 25 വയസ്സ് വരെ ഒരു മനുഷ്യൻ വളർച്ചയുള്ളൂ. 25 വയസ്സ് തൊട്ടിട്ട് ജനിച്ചപ്പോൾ തൊട്ടുള്ള വളർച്ച മുഴുവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതാണ് പിന്നെ ബയോളജിക്കലി നമ്മൾ. അതാണ് മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് കാലദൈർഘ്യം കൂടുന്നത് മാത്രം, വളരണ വേഗതയിൽ മരണം നടക്കുന്നില്ല എന്ന് മാത്രം, കാലമൃത്യു വരുന്നത്. അപ്പോൾ ശരീരം ഭക്ഷണമില്ല, പോഷകമില്ല, അകാല വാർദ്ധക്യം, മുടി നരച്ചു 10-28 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനെ വാർദ്ധക്യം വന്ന് ശരീരം ചടച്ച് മെലിഞ്ഞ് ഈ കുട്ടികളെയും ഈ സ്ത്രീയെയും ഈ കുചേല ബ്രാഹ്മണനെയും കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ എപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ട് 1-ാം വർഷത്തിന് അനാട്ടമി പഠിക്കാൻ കൊടുക്കാം. അങ്ങനെയായി അവരുടെ ശരീരം. അത്ര മോശം അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും ഈ സ്ത്രീ, ഈ പതിവ്രതാരത്നം അല്പം പോലും കുബുദ്ധി ഉപയോഗിക്കുകയോ ഭർത്താവിൻ്റെ വ്രതത്തിന് ഭംഗം വരുന്ന കാര്യങ്ങൾ ഒരുമ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന് ചില ചിട്ടകളിൽ അദ്ദേഹം ഭിക്ഷയ്ക്ക് പോകുള്ളൂ, അവർ പോവാറില്ല. അദ്ദേഹം 1 മണിക്കൂർ യാചിച്ചു കൊണ്ടിരുന്നതേ കഴിക്കാൻ പാടുള്ളൂ, അല്ലാത്ത കഴിക്കരുത്. കുചേലൻ ചെയ്യണ തെറ്റെന്താ അറിയൂ? ഇത് തെറ്റാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് പലരും ഭഗവത് ഭക്തിയുടെ പേരിൽ അവരവരുടെ വീടുകളിൽ ചെയ്യണ തെറ്റാണ്. ഇത് ഞാൻ എപ്പോഴും പറയണം. നമ്മളുടെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരിക്കണ ആളെ പട്ടിണിക്കിടും. ഞാൻ ഏകാദശി വ്രതം നോക്കിക്കൊണ്ട് നിങ്ങൾ കഴിക്കണ്ടെന്ന് വയ്യാത്ത ഭർത്താവിനോട് പറഞ്ഞ എത്രയോ സ്ത്രീകളുണ്ട്. ഒരിക്കലും നമ്മുടെ ഉപാസന നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്ക് പോലും ഒരു ഉപദ്രവമാവരുത്. ഒരാൾക്ക് പോലും ഉപദ്രവം. ആ ഉപാസനയ്ക്ക് പിന്നെ ഒരു കാര്യമില്ല. കുചേലന്റെ ഉപാസന പതിവ്രതാധർമ്മത്തിന്റെ പേരിൽ ആ ഭാര്യ അനുസരിച്ചെങ്കിലും പ്രകൃതിയുടെ കണ്ണിൽ ആ മക്കളോട് ചെയ്യുന്ന മഹാപാതകമാണ്. പ്രകൃതിക്ക് പ്രത്യുൽപാദനം നടത്തി കുഞ്ഞുങ്ങളുണ്ടായി, ആ കുഞ്ഞുങ്ങൾ വളർത്തി അടുത്ത ജനറേഷൻ ഉണ്ടാക്കി ഇവരുടെ ശരീരം പോകുന്നവരെ കൊണ്ടുപോകാന്നുള്ള ആ ചക്രത്തിനെ കൊണ്ടുപോകാന്നുള്ളതാണ് പ്രകൃതിയുടെ ധർമ്മം. പ്രകൃതി അതങ്ങനെയാണ്. പ്രകൃതിയുടെ മുന്നിൽ ഇത് ഇങ്ങനത്തെ പല സംഭവങ്ങളും തെറ്റാത് കാരണം. കുചേലന് വേണ്ടി ചെയ്ത ബലിയാണ് വാസ്തവത്തിൽ ഈ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞു. ഈ സ്ത്രീക്ക് വളരെ ചെറുപ്പം തൊട്ടേ കൃഷ്ണഭക്തിയാണ്. വാസ്തവത്തിൽ കുചേലനേക്കാളും ഭക്തയാണ് കുചേല പത്നി. ഇത് ഒരു കഥകളിലും ആരും ആടിക്കാണാറില്ല, ഒരു സ്ഥലത്തും ആടിക്കാണാറില്ല, മനോധർമ്മമായിട്ട് പോലും ആരും ആടിക്കാണാറില്ല. സങ്കടമാണ്. കുചേലനെക്കാട്ടിലും ഉയർന്ന ആളാ.
കൃഷ്ണൻ ആ അവിലെടുത്ത് കഴിച്ചത് അവൾ കൊടുത്തയച്ചുകൊണ്ടാണ്. അവൾ കൊടുത്തയച്ചതുകൊണ്ടാണ്. അവളുടെ ഹൃദയരക്തമാണ്, അവളുടെ ഭക്തിയാണ് ആ അവിലിൻ്റെ അകത്ത്. കുചേലൻ ഒരു കാരിയർ മാത്രമാണ്. കുചേലൻ വെറും ഒരു കൊറിയറാണ്. അതാരും ചിന്തിക്കാറില്ല. കുചേല പത്നിയുടെയും കൂടിയാണ് കുചേല ദിനം. അല്ലെങ്കിൽ കുചേല പത്നിക്കാണ് ശരിക്കും ആ ദിനത്തിൻ്റെ പ്രാധാന്യം. ശബരിമലയ്ക്ക് പണ്ട് പോകുമ്പോൾ ഭർത്താവ്, അച്ഛൻ, ആങ്ങള ഒക്കെ പോവും, മക്കള്, പെണ്ണുങ്ങൾ വീട്ടിൽ ഭഗവാനെ വിളിച്ചിട്ട് കടാവളക്കം കൊളുത്തിയിട്ടിരിക്കും. പോയാൽ തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇന്നത്തെ പോക്കല്ല ശബരിമലയ്ക്ക് പണ്ട്. അപ്പം പഴയ കാലത്ത് അമ്മൂമ്മയൊക്കെ പറയും, ഒരു തരത്തിൽ നോക്കിയാൽ പെണ്ണുങ്ങൾക്കല്ലേ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തിയും. അവരുടെ വിശ്വാസം കൊണ്ടല്ലേ ആണുങ്ങൾ പോയിട്ട് വന്നത് ചോദിക്കും അമ്മൂമ്മ. സത്യമാണ്, ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്, സ്ത്രീകളെ ഗുരുവായിട്ട് കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമാണെന്ന്. കാരണം പുരുഷന് ഉപാസനകൾ അനുഷ്ഠിക്കാൻ ഒരു തടസ്സമില്ല, എത്ര വേണമെങ്കിലും ആവാം. സ്ത്രീക്കത് സാധിക്കില്ല. എത്ര കഷ്ടങ്ങൾ കടന്നിട്ടാണ് ഒരു സ്ത്രീ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സാക്ഷാത്കാരം കിട്ടിയ ഒരാളെ ഗുരുവായിട്ട് കിട്ടിയാലോ ആ നേടിയതിൻ്റെ വാല്യൂ കൂടുതലാണ്. തീയിൽ കുരുത്തതാ, വെയിലത്ത് പാടില്ല. അതുകൊണ്ടാണ് കുചേലപത്നിയെ ഞാൻ എടുത്തു പറയണം. ഭഗവാൻ അതറിയാം. ഭഗവാൻ വാസ്തവത്തിൽ കുചേലൻ്റെ വിവാഹം നടന്നു എന്നറിയുന്ന ഒരു സന്ദർഭമുണ്ട് ശരിക്കും. ആ അറിഞ്ഞ സന്ദർഭത്തിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി അവൻ എന്നെങ്കിലും എൻ്റെ അടുത്തേക്ക് വരും. അതിന് ചിലപ്പോൾ വർഷങ്ങളാവാം, പക്ഷെ എന്തായാലും വന്നിരിക്കും, അവൾ പറഞ്ഞയക്കും. അത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ള കാര്യമായിരുന്നു. എന്താണെങ്കിലും കുചേലപത്നി പതിവ്രത പതിംപ്രാഹ ന്യായതാ വദനേനസ ദരിദ്രാ സീതമാനാസ വേവവാനാഭിഗമ്യജ. ദരിദ്ര പതിവ്രത ചുങ്ങിയ മുഖവും തളർച്ചയായിട്ട് ഒരിക്കൽ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു. കാരണം ഭക്ഷണമില്ല. പല ദിവസങ്ങളിൽ അവർക്ക് തലചുറ്റി വീഴാനേ നേരമുള്ളൂ. അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? ഭർത്താവ് യാചിച്ചുകൊണ്ട് വരുന്ന ഭക്ഷണം കുറച്ചെങ്കിൽ കുറച്ചുണ്ടാക്കിയിട്ട് അത് കുട്ടികളും ഭർത്താവും കഴിക്കുന്നത് കണ്ട് ആനന്ദം കൊണ്ട് വയറ് നിറച്ചിട്ട് ബോധം കെട്ട് വീഴും. അവരുടെ ജീവിതം ആലോചിച്ച് നോക്കണം. ഇന്നത്തെ ഫെമിനിസ്റ്റുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല ഈ കഥ പറഞ്ഞ, മെയിൽ ഷോവനിസത്തിൻ്റെ കഥകളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീ വിറച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, അനുബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രിയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ. ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നാ വിളിക്കണ ഭർത്താവിനെ. ഏട്ടാന്നോ അല്ലെങ്കിൽ ദേ നോക്കൂന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഇതൊന്നുമല്ല. ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് ഭർത്താവിനെ വിളിക്കണമെങ്കിൽ ഭർത്താവായിട്ട് തൻ്റെ ഒപ്പം ജീവിക്കുന്ന ഈ വ്യക്തിയുടെ മഹത്വം എന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് വ്യാസമഹർഷി ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ, ബ്രാഹ്മണ ശ്രേഷ്ഠ. ബ്രഹ്മത്തെ അറിഞ്ഞവനെ, അങ്ങയുടെ സ്നേഹിതൻ സാക്ഷാൽ ലക്ഷ്മിയുടെ പതിയല്ലേ, അദ്ദേഹം ബ്രാഹ്മണരെ പൂജിക്കുന്നവനല്ലേ, ബ്രഹ്മത്തെ അറിഞ്ഞവരെ പൂജിക്കണവനല്ലേ, ശരണ്യനല്ലേ, ആര് ശരണം പ്രാപിച്ചാലും അവർക്ക് അഭയത്തെ കൊടുക്കണവനല്ലേ, സാത്വദർശവനല്ലേ, അതായത് യദുകുലത്തിൻ്റെ ശ്രേഷ്ഠനല്ലേ, ഷഡ്ഗുണ സമ്പന്നനല്ലേ. 6 ഗുണങ്ങൾ ചേർന്നാലാണ് നമ്മൾ ഭഗം എന്ന് പറയുക. അതുള്ളവനെ ഭഗവാൻ എന്ന് വിളിക്കുള്ളൂ. ഭഗവാൻ ആവണമെങ്കിൽ 6 ഗുണങ്ങൾ ചേർന്ന്, ഐശ്വര്യം, വീര്യം തുടങ്ങിയിട്ട് 6 ഗുണങ്ങളൊക്കെ ഞാൻ മുമ്പ് വിസ്തരിച്ചു പല പ്രഭാഷണങ്ങളും പറഞ്ഞു. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് മഹാഭാഗനായിട്ടുള്ള അവിടുന്ന് നല്ലവരായിട്ടുള്ള മനുഷ്യർക്ക് ആശ്രയമായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ പോയി കണ്ടിട്ട്, അങ്ങ് ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിന് വേണ്ടത്ര ധനം അദ്ദേഹം അങ്ങേ കണ്ടാൽ മതി, അദ്ദേഹം തരും, എനിക്ക് ഉറപ്പാണ്. ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും യാദവന്മാരുടെ 3 വംശങ്ങളാണത്, ക്ലാൻസാ, ഗോത്രമാണ്. അതിൽ ഭോജന്മാർ, വൃഷ്ണികൾ, അന്ധകന്മാർ. അതിൽ വൃഷ്ണിവംശത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. ആ വൃഷ്ണികളുടെയും ഈ 3 പേർക്കും ഈശ്വരനായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ദ്വാരകയിൽ താമസിക്കുന്നുണ്ട്. മധുര വിട്ട് ദ്വാരകയിൽ പോയി താമസിക്കുന്നുണ്ട്. ജഗദ്ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പാദപത്മത്തിനെ പോയി ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് പറയാ, സമാനശീലാപി തദീയ വല്ലഭ തഥൈവനോ ചിത്തജയം സമേയുഷി കഥാചിദൂജേപദ വൃത്തിലബ്ധയേ രമാവതി കിം ന സഖാ നിഷേവ്യതേ. കുചേലൻ്റെ ഭാര്യ തുല്യശീലമുള്ളവളാണെന്ന്, ഇദ്ദേഹത്തെ പോലെ തന്നെയാണ്,
കുചേലനെ പോലെ തന്നെയാണ്. പക്ഷെ കുചേലന്റെ മനോനിയന്ത്രണം ഇല്ല എന്ന് ആക്ഷേപ പറഞ്ഞു ഭട്ടതിരിപ്പാട്. ഞാനതിൽ വിനയപൂർവ്വം അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് വിയോജിക്കണം. കുചേലന്റെ ഒപ്പം വരില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. കാരണം മനോനിഗ്രഹം പ്രാപിക്കാത്തവളായിട്ട് ജീവിതവൃത്തിക്ക് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള കൃഷ്ണനെ എന്തുകൊണ്ട് സേവിക്കുന്നില്ല എന്ന് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഗുരുവായൂരപ്പാ ചോദിച്ചു അത്ര അകത്തേക്ക്. അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ. എന്നാലും നീ എഴുതിയത് മാറ്റണ്ട. ഭഗവാൻ കളിപ്പാട്ടം കൊണ്ട് തൈര് വില കുറച്ച കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം എഴുതി കടകോലോണ്ട് തല്ലി പൊട്ടിച്ചു എന്ന്. ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ആന അവിടെ ഉണ്ടായിരുന്നു, കളിപ്പാട്ടം, അത് വെച്ചിട്ട് കുത്തി പൊട്ടിച്ചു എന്നാ. അപ്പൊ തൈര് കടകോലോണ്ടല്ലേ പൊട്ടിച്ചത്. ലോജിക്കലി ആലോചിച്ചാൽ ശരിയാണ് ഭട്ടതിരി. പക്ഷേ അപ്പം എനിക്ക് അതവിടെ ഉള്ളത് ഓർമ്മയുണ്ടായിരുന്നില്ല. എൻ്റെ കൈ കിട്ടിയത് ഇതാണ്, അത് വെച്ച് ഞാൻ കുത്തിയിരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഭഗവാന്റെ കാര്യത്തിൽ ഒരിക്കലും കാര്യമില്ല. ഇവിടെ കുചേല പത്നിക്ക് പക്വതക്കുറവുള്ളത് കൊണ്ട് യാചിക്കാൻ പറഞ്ഞു എന്നാണ് ഭട്ടവാതിൽ പറഞ്ഞത്. ഭഗവാൻ അത് പറയില്ല, ഒരിക്കലും പറയില്ല. എന്താണെങ്കിലും ആ ശ്ലോകവും പറഞ്ഞ് ഭഗവാന്റെ, നിങ്ങളിപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുമ്പോൾ കൃഷ്ണഗാഥയിലും പഠിച്ചിട്ടുണ്ട്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിച്ചിട്ടുണ്ട്. വഞ്ചിപ്പാട്ടിലൊക്കെ രസമായിട്ട് എഴുതിയിട്ടുണ്ട്. വിസ്തരിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറഞ്ഞയക്കുന്ന ആ സമയത്തൊക്കെ അങ്ങനെ ഈ ഓദനം കാണാതെ ഒട്ടുനാളുണ്ടല്ലോ വേദന മാറാതെ മേവുന്നു ഞാൻ. അത് ഭക്ഷണം, ഒരു വറ്റ അരി കണ്ടിട്ട് എത്ര മാസങ്ങളായി, എത്ര കാലങ്ങളായി നമ്മൾ മര്യാദയ്ക്ക് ഒരു മണി അരി കണ്ടിട്ട്. അതുമാത്രോ ഓദനം തന്നവനെ കണ്ടതുമില്ലെന്നാൽ അങ്ങനത്തെ അരി തരാൻ സാധിക്കണവനെയും കൂടെ ഇനി പോയി കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കൂ. അങ്ങനെയാണെങ്കിൽ വേദന ചിന്തിക്കിൽ മേലേത്ര, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ വേദനയിലേക്ക് നമ്മളിനി പോവും. ചിലപ്പോൾ നമ്മളോ നമ്മളിൽ ഒരാളോ നമ്മുടെ കുഞ്ഞുങ്ങളിലൊന്നോ മരിച്ചു പോകാം. അത് പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയായി തീരും. അപ്പം അരിമണി കണ്ടിട്ടുണ്ടോ എന്നുള്ളതും പോട്ടെ, അരിമണി തരാൻ സാധിക്കുന്നവനെ പോയിട്ട് കാണാതിരിക്കുക എന്നുള്ളത് അതിലും വലിയ അപകടമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് കാണണം എന്നാണ് പറയുന്നത്. അങ്ങനെ പല വിധത്തിൽ ഭാര്യ പറഞ്ഞിട്ടാണ് ഒരുവിധം ആ സമയമാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു നല്ല ചിന്ത വരും. തൻ്റെ കടുംപിടുത്തമൊക്കെ വിട്ടിട്ട് ശരി എന്നാൽ ഞാൻ പോയി കളയാം, നാളെ തന്നെ പുറപ്പെടാം എന്ന് പറഞ്ഞ് ആ ഉറങ്ങാൻ പോണ നേരത്താണ് രാമപുരത്തുകാർ പ്രസിദ്ധമായിട്ട് പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുലങ്ങട്ടെ ഞാനുലകിരേഴും എന്ന് പറഞ്ഞിട്ട് ഒരു പദ്യമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതൊക്കെ. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്ക ഇഭവുമാമിലയുമാം കുസുമവുമാം. ഭഗവാനെ ഒരിക്കലും വെറും കൈയോടെ കാണാൻ പോരുത് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം. നമ്മുടെ പേഴ്സിലെ ചില്ലറ തൊട്ടല്ല ഭഗവാന് വേണ്ട, ഒരു പൂവോ ഒരു ചന്ദനത്തിരിയോ എന്തെങ്കിലും, ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആയിട്ട് വേണം ഭഗവാനെ. അദ്ദേഹം ചക്രവർത്തിയാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഈ ശരീരമടക്കം അദ്ദേഹം തന്നാണ്. നമുക്കൊന്നും വേറെ കൊടുക്കാനില്ല. നമ്മുടെ എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. ശരീരം കൊണ്ട് നമസ്കരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇട്ട് കൊടുക്കണം. നിന്റെയാണ്, ഇതാ എടുത്തോ അവർ ഇട്ട് കൊടുക്കണം. എത്ര പേർക്ക് അതിന് ധൈര്യം ഉണ്ടാവും? കാരണം അപ്പം തന്നെ ചിലപ്പോൾ എടുത്താലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കണം. അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാമണവാളനൊക്കെയുമാകാം. പൂവിലിരിക്കണ ദേവിയുടെ മണവാളന്, മഹാലക്ഷ്മിയുടെ മണവാളന് മലര് കൊടുക്കാം, അവല് കൊടുക്കാം, ഫലം കൊടുക്കാം എന്നൊക്കെ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട് രാമപുരത്ത് വാര്യരുടെ കുചേലൻ. ഭാഗവതത്തിൽ അങ്ങനെ ഐഡിയ ഒന്നും കൊടുക്കുന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് നീ കൊണ്ടുപോകാന്നൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഐഡിയ ഒന്നും കൊടുക്കുന്നില്ല. എന്ത് കാഴ്ചദ്രവ്യ കൊടുക്കുക? ഒരു ദരിദ്രനായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ എന്ത് കാഴ്ചദ്രവ്യം ഉണ്ടാവുക? ആഡംബര വസ്തുവായിട്ട് എന്താ ഉണ്ടാവുക? വസ്ത്രം പോലും ഉണ്ടാവില്ല മര്യാദയ്ക്ക്, അല്ലേ? ഏറ്റവും മികച്ച വസ്തു ഒന്നേ ഉണ്ടാവുള്ളൂ, വിശപ്പടക്കാനുള്ള ചോറ്. അതായിരിക്കും അവിടുത്തെ ലക്ഷറി. പണ്ടത്തെ കാലത്ത് കേരളത്തിൽ എത്ര വലിയ കുടുംബത്തിലാണെങ്കിൽ ഓണക്കാലത്ത് ഓണത്തിന് തിരുവോണത്തിന് മാത്രമേ ചോറ് വയ്ക്കുള്ളൂ. ഒരു 150 കൊല്ലം മുമ്പ് അങ്ങനെയാണ്, കഞ്ഞിയാണ്. അതും പോലും ഉണ്ടാവില്ല. രാവിലെ നേന്ത്രപ്പഴം വേവിച്ചതാ ഭക്ഷണം.
ഇഡ്ഡലിയും ദോശയൊക്കെ വന്നിട്ട് ഇപ്പോൾ 10-70 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ലക്ഷറിയാണ്. ഇല്ലായ്മയുടെ ലോകത്തിൽ ഒരു വറ്റ് ലക്ഷറിയാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ പട്ടിണി കിടക്കണവൻ്റെ മുന്നിൽ അന്നമായി പ്രത്യക്ഷപ്പെടുന്നു എന്ന്. സത്യമാണ്. വേദവും അതന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആ വിശപ്പടക്കാനുള്ള വസ്തുക്കളിൽ നമ്മുടെ നാട്ടിലെ പ്രകാരം അരിയാണ് മുഖ്യമായിട്ടുള്ള വസ്തു. അത് സർവ്വസാധാരണമാണെന്നുള്ള ഒരു പോരായ്മയുണ്ട്. കാരണം കാഴ്ച വസ്തുവായിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ വിശേഷമായിട്ട് കൊടുക്കണം. എല്ലാവരുടെയും കിട്ടുന്നത് കൊടുക്കരുത്. കല്യാണങ്ങൾക്കൊക്കെ ഒരു നിലവിളക്ക്, നടരാജ വിഗ്രഹം, ലൈറ്റ് കത്തണം, തിരുപ്പതി ഭഗവാൻ, ഇതൊക്കെയല്ലേ കൊടുക്കാറ് സമ്മാനമായിട്ട്. സ്റ്റീൽ പാത്രം, ആർക്കും ഉപകാരമില്ലാത്ത കുറച്ച് സാധനം കൊണ്ട് കൊടുക്കും. വിളക്ക്, നടരാജ വിഗ്രഹം, മെമൻഡോസും അങ്ങനെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അമ്പലങ്ങളിലും സംഘടനകളൊക്കെ കൊടുക്കണം. ഒന്നുമില്ല ചെതൽ പിടിച്ചു പോവും, അല്ലെങ്കിൽ ആ കൊണ്ടുപോകുന്ന ആൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയും, ഓ കൊണ്ടുവന്നു അടുത്ത സാധനം ഇത് ഞാനവിടെ കൊണ്ടുപോയി, ഉപകാരമുള്ള ഒന്നും കൊണ്ടുവരില്ല. അതുപോലെ സർവ്വസാധാരണമായ വസ്തുക്കളെ കൊടുക്കരുത് എന്നാണ് പ്രമാണം. ഒരു ഉന്നതനായിട്ട് ആളെ കാണാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ആര് വന്നാലും ഒരു കഥകളി കൊടുക്കും അല്ലേ? നമ്മുടെ സർക്കാർ ഒരു കഥകളി കൊടുക്കും, അല്ലെങ്കിൽ ഒരു വഞ്ചി കൊടുക്കും, വള്ളം. ഇത് രണ്ടെണ്ണമാണ് കൊടുക്കുക. പ്രധാനമന്ത്രി വന്നാലും ശരി, പ്രസിഡന്റ് വന്നാലും ശരി, ആര് വന്നാലും ശരി, അതേ കൊടുക്കുള്ളൂ. അതൊന്നും കൊടുക്കില്ല. വിശേഷമായിട്ടുള്ളത് കൊടുക്കണം എന്നാണ് വിശേഷപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ കുചേല പത്നി ചിന്തിക്കുകയാണ്, ആകെ കൊടുക്കാൻ പറ്റുന്നത് ചോറാണ്, അരിയാണ്. ആ അരി സർവ്വസാധാരണമാണ്. ഭഗവാൻ അന്നദാന പ്രഭു, അദ്ദേഹത്തിന് ഇതെങ്ങനെ കൊടുത്തേക്കും? വിശേഷമായിട്ട് എന്താ കൊടുക്കാൻ പറ്റുക? തൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അതിലേക്ക് വേണ്ടേ? എന്തെങ്കിലും. അതാണ് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും. പണ്ട് രാമേന്ദ്രേട്ടൻ, നമ്മുടെ ഗുരുവായൂർ മരപ്രഭു ശില്പി, എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ, ഗുരുവായൂരൊന്നും പോകാൻ്റെ വകുപ്പ് പോലില്ലാത്ത കാലത്ത് ഒരു ഫ്രണ്ട് വിളിച്ചു 80കളിൽ. അദ്ദേഹം ഗുരുവായൂർ ചെന്നു. ഇത് നാളെ പോവാടാ, രാവിലെ പോവാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചെണീപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകണം. പോണ വഴിക്ക് അദ്ദേഹം കുറച്ച് കളിമണ്ണ് എടുത്തു അത്ര കയ്യിൽ. മനസ്സിൽ തോന്നി. യാത്രയിൽ ഇരുന്ന് ഉരുട്ടി 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 ജപമാല ഉണ്ടാക്കി മണ്ണുകൊണ്ട്. സോപാനത്തിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞേ, ഗുരുവായൂരപ്പ എൻ്റെ ഇത് മാത്രമേ തരാനുള്ളൂ പറഞ്ഞിട്ട് വെച്ചു കൊടുത്തു. രണ്ടു പറഞ്ഞ ശരത്തെ, വർഷങ്ങൾക്ക് ശേഷം മണ്ണോണ്ട് അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കാൻ എന്നെ അദ്ദേഹം വിളിച്ചു വന്നു. മരപ്രഭുവിനെ ഉണ്ടാക്കി അദ്ദേഹം കൗസ്തുഭത്തിന്റെ ശ്രീവത്സത്തിന്റെ കോമ്പൗണ്ടിൽ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മരപ്രഭു. 80കളിൽ അദ്ദേഹം ഇത് ചെയ്തു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ വിളിച്ചു. ഭഗവാൻ അങ്ങനെയാണ്. എല്ലാറ്റിൻ്റെയും കണക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് വഴിപാട് പ്രാർത്ഥിക്കുമ്പോൾ നല്ലോണം ആലോചിക്കുക, നല്ലോണം ആലോചിക്കുക. അത് ജ്യോത്സ്യം പറഞ്ഞ് ഓർമ്മിക്കാനുള്ള ഗതികേട് ഉണ്ടാക്കരുത്. അപ്പോൾ അങ്ങനെ 4 പിടി അവിൽ യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ടുലാൻ. ശുഗമഹർഷി പറയാ, 4 പിടി അവില് ബ്രാഹ്മണരോട് യാചിച്ചു വാങ്ങി. തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞു കെട്ടിയെന്നേ ഭാഗവത്തിൽ പറയുള്ളൂ. പക്ഷേ നമ്മുടെ ചെറുശ്ശേരി അത് വിട്ടുപിടിച്ചു. ചെറുശ്ശേരി അതിനെ കുറച്ചുകൂടെ ഗംഭീരാക്കി. ചെറുശ്ശേരി ചിന്തിച്ചു. കാരണം ചെറുശ്ശേരി ഭക്തനാണ്. തൃച്ചംബരത്ത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് അത് എഴുതണത്. കോലത്തിരി പറഞ്ഞിട്ട് കൃഷ്ണഗാഥ അതിലെഴുതി, വായ്പോട് നിന്ന് വറുത്തു എന്നാണ് പറയണത്. നെല്ലാത്ര കിട്ടിയത്, അത് വറുത്ത് കല്ലാല് മെല്ലവേ താടിച്ചു നെല്ലിനേന്ന്. അപ്പം നാരായണനാമം ചൊല്ലിക്കൊണ്ട് താടിക്കാണ്. അപ്പം അങ്ങനെ നല്ല അവിലാക്കിനാൾ നല്ല വണ്ണം, അങ്ങനെ നല്ല അവിലാക്കി മാറ്റിയിരുന്നു. തൻ്റെതായ ഒന്ന് കൊണ്ടുവന്നതിൽ അങ്ങനെ ആവാനാ സാധ്യത. എന്നിട്ട് അതിനെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു തുണിയിൽ, അവരുടുക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വസ്ത്രത്തിൽ കെട്ടിയിട്ടാണ് അത്ര കൊടുത്തത്. അതിനെയാണ് നമ്മൾ കീറത്തുണി എന്ന് പറയണത്. അത് കെട്ടി ഇങ്ങനെ കാലത്തെഴുന്നേറ്റു കുളിച്ചൂത്ത് വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു വന്നു. വെറുതെ കൈ കൊടുക്കില്ല, ദാ കൊടുത്തോളൂ, അങ്ങനെയല്ല. ആദ്യം നമസ്കരിച്ചു. ആ അവിൽപ്പൊതി ഭൂമി തൊടാതെ പിടിച്ചിട്ട് നമസ്കരിച്ചു ഭർത്താവിനെ. കാരണം എന്താ? ഭഗവാനെ കാണാൻ പോണ ആളാ. ഭർത്താവായതുകൊണ്ട് മാത്രമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ പഴയ കാലത്ത് നമസ്കരിച്ചിരുന്നത്? സ്വാമിയെ കാണാൻ പോകുന്ന ആൾക്കാരാ. അപ്പൊ ഭഗവാനെ, ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ആളെയാണ് നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിച്ചിട്ട് പോയിട്ട് രാത്രിയെങ്കിലും വരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം അയക്കുക. അങ്ങനെയല്ല, പോയിട്ട് സന്തോഷമായിട്ട് കണ്ട് തൃപ്തി അടഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉത്തമനായിട്ടുള്ള ആ ബ്രാഹ്മണൻ അതെടുത്തിട്ട് എനിക്കിനി എങ്ങനെയാണ് കൃഷ്ണദർശനം ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ട് ദ്വാരകയിലേക്ക് അങ്ങോട്ട് നടക്കുകയാണ്. ആ നടക്കുന്നതാണ് കുചേലവൃത്തത്തിൽ ഒരുങ്ങൂര് ശങ്കരൻപോറ്റി കഥകളി ആട്ടക്കഥയിൽ മനോഹരമായിട്ടൊരു പദമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം കഥകളിയുടെ സ്ഥലങ്ങളാണുള്ളതൊക്കെ. ധനവാരി മുകുന്ദനെ. ഭാഗ്യം
ശ്രീകുമാരുണ്യാശാനില്ലാത്ത എന്നെ അടിച്ചേനെ ഞാനിങ്ങനെ പാടിയിട്ട്. അത് പോട്ടെ. അപ്പോൾ ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ താനേ നടന്നീടിനാലേ ചിന്ത ചെയ്തു. എപ്പോഴും പ്രതീക്ഷയോടെ നടക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരും. നമ്മൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ പോകുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗുരുവായൂർ എന്നാൽ തൊഴാൻ പറ്റുമെന്തോ, ഏതൊക്കെ കാവക്കാരൻ എന്നെ ചീത്ത പറയും, ആരൊക്കെ എന്നെ മാന്തും, എവിടെയൊക്കെ പിടിച്ച് തള്ളും, ഇതൊന്നും അറിയില്ല. കാണാൻ പറ്റുമോ, അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഊണ് കിട്ടുമോ, പ്രസാദ് ഊട്ടിൻ്റെ സമയം കഴിയുമോ, ഗുരുവായൂരപ്പനെ ആദ്യം കാണണോ അതോ പ്രസാദ് ഊട്ടി പോയിട്ട് കഴിച്ചിട്ട് വേണോ കയറാൻ? സത്യമല്ലേ? അതാണ്, അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചില അപ്പോൾ സൂനബാണ സുഷമ നാമാനന്ദമൂർത്തിയെ ചെന്ന് നൂനം ഞാൻ കണ്ണീടുന്നുണ്ട് നിസ്സന്ദേഹം ഉറപ്പിക്കുകയാണ്. എനിക്ക് കാണാൻ പറ്റുമോ? സംശയം. അല്ല, പറ്റും. ഓപ്റ്റിമിസം. പറ്റും എന്നിങ്ങനെ മാറിയും മറിഞ്ഞും ചിന്തിക്കണം. അങ്ങനെ ഭഗവാനെക്കുറിച്ച് മനസ്സ് നിറയെ പറ്റുമോ എന്നുള്ള ചിന്തകളൊന്നും പിന്നെ അങ്ങനെ പഴയ കാലത്തേക്ക് അങ്ങോട്ട് പോവാണ്. പഴയ സ്മരണകൾ. ആ 64 ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസം. അന്നേ അവൻ എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നവൻ ഭഗവാനാണെന്ന് ഉള്ളിലൊരു തോന്നലുണ്ട്. അന്നേ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സഖാവായതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് ചിന്തിച്ചു പോണ്. കാരണം ഇത് ഗുരുവായൂരപ്പൻ്റെ വാക്കാ. ഗുരുവായൂരപ്പൻ്റെ വാക്കിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും തൻ്റെ സുഹൃത്ത് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഭഗവാന്റെ ഒരു ചിന്തയുണ്ട്. നാം എന്നോ ഒന്നായിരുന്നു. ഒരു ശരീരം പോലെ നമ്മൾ നടന്നിരുന്നു, ഒരുമിച്ച് കിടന്നു, നടന്നു, ഉറങ്ങി, പ്രവർത്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. അന്ന് നമ്മൾ കുട്ടികളാണ്. ഇന്ന് രണ്ടുപേരും കുടുംബനാഥന്മാരാ. പക്ഷെ കുടുംബത്തിനെ 2 രീതിയിൽ നോക്കുന്നവരാണ്. ഒരാൾ 16,008 ഭാര്യമാരോട് കൂടിയിട്ട് ഓരോ ഗൃഹത്തിലും ഇരിക്കുന്നു. ഗാർഹസ്ഥ്യത്തിൻ്റെ മകുടോദാഹരണം കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സത്രത്തിൽ പറഞ്ഞു, ഭഗവാൻ എന്തിനാ എടുത്ത് വേണമെങ്കിൽ ഭഗവാൻ 2 ലക്ഷം ഭഗവാനായിട്ട് 2 ലക്ഷം ഭാര്യമാരായിട്ട് ഇരിക്കായിരുന്നു. നമുക്ക് ഓരോരുത്തരുടെയും ഗാർഹസ്ഥ്യം ഓരോന്നും വെവ്വേറെയാണ്. എൻ്റെ കുടുംബമല്ല നിങ്ങളുടെ കുടുംബം, ഓരോരുത്തരുടെ കുടുംബം വെവ്വേറെയാണ്. പക്ഷെ ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യത്തിലും എങ്ങനെ നന്നായിട്ട് ഗാർഹസ്ഥ്യം നടത്തി കാണിക്കാമെന്ന് ഭഗവാന് ഉദാഹരണം കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം 16,008 എക്സാമ്പിൾസ് ഉണ്ടാക്കിയത്. 16,008 കുടുംബങ്ങളിൽ അച്ഛനായും മുത്തച്ഛനായും ഭർത്താവായും കാമുകനായിട്ടും ഒക്കെ അദ്ദേഹം നിറഞ്ഞാടുകയാണ്. നമുക്ക് തളരരുത്. ഈശ്വര സാക്ഷാത്കാരം ഗൃഹസ്ഥന് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഉറപ്പിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തത് അദ്ദേഹം. അങ്ങനെ ഒരു ഭഗവാൻ ഇവിടെ ഉള്ള കുടുംബത്തിനെ പട്ടിണിയിലിട്ടിട്ടുള്ള ഒരാൾ. ഇങ്ങനെ 2 ദ്വന്ദ്വങ്ങളാണ്. നിങ്ങളത് ശരിക്കും കാണണം. ഗാർഹസ്ഥ്യത്തിൻ്റെ 2 അറ്റമാണ് കൂട്ടിമുട്ടാൻ പോണത്. അങ്ങനെ ആ കൂട്ടിമുട്ടാനുള്ള യാത്രയാണ്. ഞാൻ ഏഴയും പിച്ചയാണ്. എൻ്റെ പഴയകാലത്തെ സ്നേഹിതൻ മഹാപ്രഭുവാണ്. അവൻ വലിയ എന്താ പറയുക, ദന്തഗോപുരത്തിൽ 7 നില മാളികയുടെ മുകളിലായിരിക്കണം എന്നൊക്കെ കേൾക്കണം. എന്തായാലും ആ സുഹൃത്തിനെ കാണാനും പറയാനുള്ളത് ഞാൻ പറയും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അത്ര അദ്ദേഹം ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ പോണത്. അപ്പോൾ കുചേലൻ കൊടയെടുത്ത് പോയി എന്നൊന്നും ശുഖമഹർഷി എഴുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ആൾക്കാരൊക്കെ പണ്ട് നടക്കാൻ പോകുമ്പോൾ ഓലക്കൊടയും കൊണ്ട് പോരുന്നത് കൊണ്ട് ആ ഓലക്കൊട കുറച്ച് കീറിയതായിരിക്കാം എന്ന് കരുതിയിട്ട് രാമപുരത്തുകാരും എന്താ പറയുക, മുരിങ്ങൂർ ശങ്കരൻ പോറ്റിയൊക്കെ ഒരു കൊട കൊടുത്തിട്ടുണ്ട് കുചേലന്. അപ്പോൾ ആ കൊടയും കൊണ്ടാണ് കുചേലൻ പോണത്. കൂലങ്കുഷ കുതൂഹലം കുടയുമെടുത്തിട്ട് അനുകൂലയായ പത്നിയോട് യാത്രയും ചൊല്ലി എന്നാണ് എഴുതിയിട്ടുള്ളത്. അനുകൂലയായ പത്നിയോട് യാത്രയും ചൊല്ലിയിട്ട് ആ സൂര്യബിംബം അങ്ങനെ ഉദിച്ചു വരണ നേരമായപ്പോഴേക്കും കുചേലൻ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെട്ട് ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു. ആ കാട്ടിൽ കൂടെ കുറേ നടന്നു. പിന്നെ കുറച്ച് സമതലം ഗ്രാമങ്ങൾ കടന്നു, നഗരങ്ങൾ കടന്നു. അങ്ങനെ നടന്ന് അവസാന ദ്വാരകാ നഗരത്തിൻ്റെ പരിസരത്തേക്ക് അദ്ദേഹം എത്തുന്നത് വരെയും അദ്ദേഹത്തിന് സമയം പോയതുപോലും അറിഞ്ഞില്ല. ചിന്തകൾ നന്നായിട്ട് ഒഴുകി വരുമ്പോൾ വഴിയിലൊന്ന് വെള്ളം കുടിക്കാൻ നിൽക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുചേലൻ ദിവസങ്ങൾ നടന്നിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ കാരണം ഏകദേശം ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്ത് വരെ നടന്നെത്തണ്ടേ, ധാരാളം സമയമുണ്ട് നടക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാനും ധാരാളം സമയമെടുത്തിട്ടുണ്ടാവും. എന്താണെങ്കിലും അദ്ദേഹം ആലോചിക്കുകയാണ്. ആ പുരമൊക്കെ കണ്ടപ്പോൾ ആലോചിക്കുക, കാര്യം അവനെ ഇനി കണ്ടാൽ തിരിച്ചറിയോ? ഇനി അവനെ കാണുന്നതിന് മുമ്പ് എന്നെ വല്ലൊരു ആട്ടി ഓടിക്കുമോ? ഇങ്ങനെയുള്ള വ്യാകുലതകളോടൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. രാമാനുജൻ്റെ ഹൃദയം അറിയുവാൻ മേലയെന്നിട്ട് രോമാഞ്ചമണിഞ്ഞീ വണ്ണം ചിന്ത ചെയ്തു എന്നാണ്. അതിൽ കഴിഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ളൊരു വരിയുണ്ട് രാമപുരത്ത് വരെ. നാളെ എന്നായിട്ട് ഭഗവാനെ കാണുവാൻ ഇത്ര നാളും പുറപ്പെടാൻ ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ, എത്ര നാളെ പറഞ്ഞ് വെച്ചിരുന്നിട്ട് ഇത്രയും കാലമായിട്ട് പോകാത്ത ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ ആ നാളീക നയനന് എന്തു തോന്നും
എന്നെ സ്വീകരിക്കുമോ? ഇപ്പോൾ പറയില്ലേ, ഗുരുവായൂർക്ക് പോവാം, അടുത്ത മാസം പോവാം, അടുത്ത കൊല്ലം പോവാം, മക്കൾ വലുതായിട്ട് പോവാം, മക്കൾക്ക് ജോലി കിട്ടിയിട്ട് പോകാൻ, ഞാൻ അവളുടെ കല്യാണത്തിന് പോവാം, അങ്ങനെ പലതും പറഞ്ഞു പോയി വെച്ച് ഇരുന്നിട്ട് അവസാനത്തെ നാളെ മരിക്കുന്നതായി. ഇതുപോലെ ആവരുതെന്ന് കുചേലനും പറ്റുന്ന അബദ്ധമാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഇതിവന് മുന്നേ വരാമായിരുന്നു. ജരാസന്ധവധം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഭീമൻ 27 ദിവസം തല്ലുകൊള്ളേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം ചോദിക്കായിരുന്നു കൃഷ്ണനോട്, കൃഷ്ണ എന്താ ചെയ്യേണ്ടത്? 27 ദിവസം അടി കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ജരാസന്ധൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുള്ള ബുദ്ധി ഉണ്ടായത്. നമ്മളൊക്കെ അതുപോലെയാ, മൂപ്പരോട് ചോദിക്കില്ല. ആദ്യം കയറി അങ്ങോട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഒക്കെ കുളവും. അവസാനം ഒന്നിനും പറ്റാണ്ടാവുമ്പോൾ ഭഗവാനെ ഇനി എന്താ വഴിയെന്ന് ചോദിക്കും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ അനവധി ചിന്തകളോട് കൂടിയിട്ട് ഭഗവാൻ ആ ദ്വാരകയുടെ അകത്തേക്ക് കയറിയപ്പോൾ ജനങ്ങളൊക്കെ കുചേലനെ അന്തം വിട്ട് നോക്കാൻ തുടങ്ങി. കാരണം ഇത്ര ദരിദ്രനായിട്ടൊരാൾ അവരുടെ നാട്ടിലില്ല. കുട്ടികളൊന്നും അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. ഒരു അസ്ഥി കൂടെ നടന്നു പോണു. ദ്വാരകയിൽ ദരിദ്രരില്ലല്ലോ. മഹാലക്ഷ്മി ഇരിക്കുന്ന സ്ഥലം, അവിടെ എങ്ങനെ ദരിദ്രരുണ്ടാവും? വൈകുണ്ഠം ഭൂമിയിൽ ഇരിക്കുന്നതാണ് ദ്വാരക. അപ്പോൾ അവരാരും ആ തലമുറകളൊന്നും ഒരു ദരിദ്രനെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പുതിയ ഒരു കാഴ്ച വസ്തുവിനെ കാണുന്ന പോലെ കുചേലനെ നോക്കിയെന്നാണ്. കുചേലനാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ആ ചെല്ലുന്ന അദ്ദേഹത്തെ ശക്തിയോടുകൂടി വന്നു മാറി എടുത്തിട്ട്, അത് ഓരോ ആൾക്കാരും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ആരാ, എവിടുന്നാ വരണം എന്നൊക്കെ ചോദിക്കാൻ വരുന്നുണ്ട്. എന്നാലും കുചേലൻ പേടിച്ചിട്ട് ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും സമയം വൈകുമോ എന്നൊക്കെ കരുതി വളരെ ധൃതിയിൽ ആ ഗോപുരദ്വാരത്തിൽ, ശാർങ്ങിയുടെ പുരദ്വാരം പൂകിക്കപ്പെട്ടു, ശാർങ്ങിയുടെ പുരദ്വാരത്തിൽ ചെന്നു എന്നാണ് പറഞ്ഞത്. ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ ഈ കുചേല ബ്രാഹ്മണൻ ആശ്ചര്യം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാണ് സകലതും. ഗോപുരങ്ങളും കോത്തളങ്ങളും മാളികകളും കണ്ടിട്ട് ഭഗവാന്റെ ഈ 16,008 ഭാര്യമാരുടെ ഗൃഹങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിച്ചതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഏത് വഴിക്ക് പോകണമെന്നറിയാതെ അത്രയ്ക്ക് സമൃദ്ധി. നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ഈ ദ്വാരകാവർണ്ണന തന്നെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ചെയ്യാം. അത്രമാത്രം വിസ്തരിച്ച് പറയാനുള്ളതുണ്ട്. ആ ദ്വാരക വൈകുണ്ഠം തന്നെയാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിച്ചതിന് ശേഷം ആഴിമകൾ ഒരുമിച്ചിട്ട് ആ കട്ടിലിരിക്കണ ഭഗവാൻ, 7 നില മാളികയുടെ മുകളിൽ ഭഗവാൻ ഇരുന്നിട്ട് മഹാലക്ഷ്മിയാകണ രുക്മിണീ ദേവിയോടൊപ്പം ഇരിക്കുന്ന ഭഗവാൻ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായ പോലെ, എന്തോ പറഞ്ഞ് ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായ മാതിരി അങ്ങോട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ സമൃദ്ധി ഒഴുകണ ആ തെരുവുകളിൽ ദാരിദ്ര്യത്തിൻ്റെ രൂപമായിട്ടും എന്നാൽ അതേസമയം ബ്രഹ്മതേജസ്സുള്ള ഒരു നക്ഷത്രം പോലെയും ഒരാൾ വരുന്നത് കാണുന്നു. കണ്ട മാത്രയിൽ തനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. തനിക്ക് തന്നെ തിരിച്ചറിയാമെന്ന് പറഞ്ഞ മാതിരി, കണ്ടാൽ എത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം തറ്റുടുത്തിട്ടുണ്ട്, ഉത്തരീയമിട്ടിട്ടുണ്ട്, മുണ്ടിൽ പൊതിഞ്ഞിട്ട് പൊതിയും പിടിച്ചിട്ടുണ്ട്. അത് അപ്പോഴേ കണ്ടു ഭഗവാൻ. അതാ വരണു എനിക്കുള്ളത്. ആ പൊതിയാണ് ഭഗവാൻ കാണുന്നത് ആദ്യം. അതിനുശേഷമാണ് മുഖത്തേക്കൊക്കെ നോക്കുന്നത്. പുസ്തകം പിടിച്ചിട്ടുണ്ട് കയ്യിൽ, 2 കൂടെ കക്ഷത്തിലാണ് വെച്ചിരിക്കുന്നത്. പുസ്തകവും പൊതിയും കൂടെ കക്ഷത്തിൽ വെച്ചിട്ടുണ്ട്. ഭസ്മം ധരിച്ചിട്ടുണ്ട്, രുദ്രാക്ഷം, ഒരു പൊളിക്കൊട, ഇതൊക്കെ ആയിട്ടാണ് വരണത്. അങ്ങനെ നാമകീർത്തനം ചെയ്തിട്ട് അവൻ്റെ മനസ്സിൽ താൻ തന്നെയാണ്, തന്നെ ആ മനസ്സിൽ കാണാം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താ പറയണത്, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ എന്നാണ് എഴുതിയിരിക്കുന്നത് രാമപുരത്തുകാർ. കൃഷ്ണൻ കരയണത് നമ്മൾ ആരും കണ്ടിട്ടില്ല. കാരാഗൃഹത്തിൽ ജനിച്ചപ്പോൾ പോലും പൊട്ടിച്ചിരിക്കുക ചെയ്തു. കാരണം ജനിക്കണേൻ്റെ നിരർത്ഥകത ആലോചിച്ചിട്ട് ഭഗവാൻ ചിരിച്ചതാ. ഇവിടെ ഭഗവാൻ കരഞ്ഞു എന്നാ. അങ്ങനെ ആ രക്ഷാസൈന്യങ്ങളെ വലയങ്ങളെയും തെരുവുകളൊക്കെ താണ്ടിയിട്ട് കുചേലൻ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തം വിലോക്യാച്യുതോ ദൂരാത്, അച്യുതൻ കണ്ടു എന്ന് തൻ്റെ സതീർത്ഥിനെ ആ ദൂരത്തുനിന്ന് ഭഗവാനെ കുചേലനെ കണ്ടു. പ്രിയയുടെ കട്ടിലിരുന്ന ആ ഭഗവാൻ അച്യുതൻ, ആ വാക്കിന് പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് സുഖമഹർഷി ആ വാക്ക് ഉപയോഗിച്ചിരിക്കണേ? വീഴ്ചയില്ലാത്തവൻ. ഭഗവാൻ വീഴ്ചയില്ല. ഭഗവാൻ ഒരിക്കലും ദരിദ്രനാവില്ല, താഴ്ചയില്ല, തകർച്ച വരില്ല. അവിടെ നാരായണനോ കൃഷ്ണനോ ഉപയോഗിച്ചില്ല, അച്യുതൻ എന്നാ ഉപയോഗിച്ചത്. വീഴ്ചയില്ലാത്ത അച്യുതൻ ആ 7 നില മാളികയുടെ മുകളിൽ നിന്ന് പെട്ടെന്ന് തൻ്റെ സുഹൃത്തിനെ മനസ്സിലാക്കി എഴുന്നേറ്റ് താഴോട്ട് ഓടി വന്ന്, അതൊക്കെ നിങ്ങൾ കുചേലവൃത്തം കഥകളിയിലൊക്കെ പ്രസിദ്ധമായിട്ട് കണ്ടാവും. ആ സമയത്ത് ഈ ചെയറൊക്കെ മാറ്റിയിടിക്കും. കൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഓടി വരും. കുചേലനെ അങ്ങോട്ട് ഗാഠഗാഠം കെട്ടിപ്പിടിക്കും. ഇഷ്ടപ്പെട്ട സ്നേഹിതനായിട്ടുള്ള ആ വിപ്രൻ്റെ ദേഹസംഘം കൊണ്ട് ആ ശരീരത്തിൽ ചേർത്തപ്പോൾ
അതിൽ നിർവൃതി ഉണ്ടായിട്ട് ആ ചെന്താമര നേത്രൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ പൊഴിഞ്ഞു എന്നാ പറയണത്. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ കൈപിടിച്ച്, കുചേലനാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. ഭഗവാനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഭഗവാൻ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു, കസ്തൂരി തിലക അണിഞ്ഞിരിക്കുന്നു, കളവത്തിൻ്റെ സുഗന്ധം ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇവിടെയാണ് ഈ വേർത്തൊഴുകി പൊടിയണിഞ്ഞ് കുളിച്ചിട്ട് പോലുമില്ല, നാറി പൊഴുത്താ വരണത്. അങ്ങനെ വരുന്ന ഒരാളെ ഭഗവാൻ ആ മനസ്സിലെ ചൈതന്യത്തെ മാത്രം കെട്ടിപ്പിടിക്കും. വാസ്തവത്തിൽ രുക്മിണീ ദേവി അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ ഒറ്റ ജ്യോതിസായിട്ടാണ് കണ്ടത്. രണ്ടുപേരും ഒന്നായി നിൽക്കുന്ന പോലെയാണ് കണ്ടത്. കാരണം ബ്രഹ്മബോധം വന്ന ഒരാൾ ബ്രഹ്മത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണോ ആ സാന്ദ്രാനന്ദ ബോധാവസ്ഥ ഉണ്ടാവുന്നത്, അതാണ് അവിടെ കണ്ടത്. കുചേലൻ കുറച്ചു നേരത്തേക്ക് സമാധിയവസ്ഥയിലായിപ്പോയി. കുചേലൻ വീണ് പോകാതിരിക്കാൻ ഭഗവാൻ കൈ പിടിച്ച് കൊണ്ടുപോണ്. യന്ത്രം പോണം, പാവ പോണമാതിരിയാണ് കുചേലൻ പിന്നെ പോണത്. സമാധിയിലെത്തുമ്പോൾ താനെ കരയും നമ്മൾ. ധ്യാനത്തിൽ അങ്ങനെയാണ്, കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആത്മാവ് ഈ കൂട്ടിൽ പെട്ടുപോയല്ലോ എന്ന് സങ്കടപ്പെടും. അതിന് ചിറകടിച്ച് പുറത്തേക്ക് പറക്കാനുള്ള വെമ്പല് കൂടുന്ന പറയും. ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ ഇരിക്കാൻ തോന്നില്ല. അങ്ങനെ കൊണ്ടുപോയി താൻ രുക്മിണിയോടുകൂടി ഇരിക്കുന്ന കട്ടിലിൽ പിടിച്ചിരുത്തിയെന്നാണ്. ആരെങ്കിലും സ്വന്തം വീട്ടിൽ ബെഡ്റൂമിലെ കിടക്കയിൽ കൊണ്ട് ഇരുത്തുവോ? എത്ര അടുത്ത ആളാണെങ്കിലും ഇരുത്തില്ല. ഭഗവാൻ ആ മഹാലക്ഷ്മിയോടൊപ്പം താൻ ശയിക്കുന്ന ആ കിടക്കയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഇരുത്തി. രുക്മിണി ഉടനെ തന്നെ സന്ദർഭം മനസ്സിലാക്കിയിട്ട് വെഞ്ചാമരമൊക്കെ കൊണ്ടുവന്ന് വീശറിയൊക്കെ കൊണ്ടുവന്ന് വീശിക്കാൻ തുടങ്ങി. അവർ സ്വയമേവ വീശാൻ തുടങ്ങി. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകുകയും ജലം കൊടുക്കുകയും ചെയ്യാവുന്ന പൂജകളും ഒക്കെ ചെയ്യണ കണ്ടിട്ട് ആ രാജധാനിയിലുള്ള ആൾക്കാരൊക്കെ അത്ഭുതത്തോടെ, ഇതേതാ ഇയാൾ? കൃഷ്ണൻ ഇങ്ങനെ ഒരാളോട് പെരുമാറണം കണ്ടിട്ടില്ലല്ലോ. ഇത്രയ്ക്കും സ്നേഹത്തോട് കൂടിയിട്ട് ആരോടാണ്, എന്ത് കാരണം കൊണ്ടാണ്, എന്ത് പൂർവ്വ പുണ്യമാണ് ഈ ദരിദ്രരൂപിയായിട്ടുള്ള ഈ ബ്രാഹ്മണൻ ചെയ്തതെന്ന് ആശ്ചര്യത്തോടു കൂടിയിട്ട് ചിന്തിക്കുകയാണ്. കയ്യിൽ കാൽ കാശില്ലാതെ വന്നിട്ടുള്ള ഇവൻ ഞങ്ങളൊന്നും ചെയ്യാത്ത എന്തു പുണ്യ ചെയ്തതെന്ന് ചിന്തിച്ചു എന്ന് സൂചന പോലും ശുഗമഹർഷി അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ തൃക്കൈ കൊണ്ട് പിടിച്ചിരുത്തിയതിന് ശേഷം കുചേലൻ ഇരിപ്പുറക്കണില്ല. കാരണം ഭഗവാൻ താഴെ ഇരിക്കണം. കുചേലൻ ഇങ്ങോട്ട് ഇരിക്കൂ പറഞ്ഞ് വലിക്കുകയാണ് ഭഗവാനെ. ഭഗവാൻ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് കാലുകളിലൊക്കെ ഇങ്ങനെ സുഗന്ധ കൂട്ടുകളൊക്കെ തേച്ചു കൊടുക്കുക. ശരീരത്തിൽ എന്തൊക്കെ തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ആ ശരീരത്തിനെ ആദ്യം സുഖിപ്പിക്കുകയാണ്. എത്രയോ ദൂരത്തെ യാത്രാക്ഷീണത്തിനെ ഭഗവാന്റെ സ്പർശം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കി കൊടുക്കുകയാണ്. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു നുള്ളു കളഭം എടുത്ത് തൊട്ടാൽ തന്നെ എത്ര സന്തോഷമല്ലേ. അപ്പം പിന്നെ ഭഗവാൻ വന്ന് കെട്ടിപ്പിടിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കുക. കുചേലവൃത്തമൊക്കെ അനുഭവിച്ച് കേൾക്കേണ്ടതാ. നമ്മളവിടെ കുചേലനാവണം മനസ്സുകൊണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ കേട്ടു കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെ ആ ഭർത്താവിൻ്റെ ഭാവം അറിഞ്ഞിട്ട് ആ മഹാലക്ഷ്മി താലവൃന്ദം എടുത്തിട്ട് പരിചരിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഭഗവാൻ പറയുക, എത്ര നാളായിട്ട് ഞാൻ കാണാൻ കൊതിക്കുക നിന്നെ, എവിടെയായിരുന്നു, അങ്ങ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത ചോദ്യമാണ്, കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ആള് അനുരൂപയായിട്ടുള്ള ആളല്ലേ? അതാണ് അടുത്ത ചോദ്യം. മക്കളൊക്കെ എത്ര? കുചേലനാണെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ആ കുശലം ചോദിച്ചു തുടങ്ങണ ഭാഗമാണ് കഥകളിയിൽ മനോഹരമായിട്ടുള്ള പദമാണ് കലയാമി ഭൂസുരമൗലേ എന്ന് പറഞ്ഞ് തുടങ്ങണം. അതിമനോഹരമായിട്ടുള്ളൊരു പദമുണ്ട്. നാളെ ഇതൊക്കെ ഓർക്കുക കാണുമ്പോൾ. മനോഹരമായിട്ടുള്ള നൃത്തമാണ് കൃഷ്ണൻ്റെ. ആ സമയത്ത് ആനന്ദ നൃത്തമാണ് ഭഗവാൻ ആടുന്നത് ആ തൻ്റെ സതീർത്ഥനെ കാണുമ്പോൾ. അങ്ങനെ അന്യോന്യം കൈപിടിച്ചുകൊണ്ട് ആ ഗുരുകുലത്തിലായിരുന്നപ്പോൾ പണിഞ്ഞ വൃത്താന്തങ്ങളൊക്കെ ഇങ്ങനെ ലളിതമായിട്ട് പറയാൻ തുടങ്ങുകയാണ്. ബ്രാഹ്മണശ്രേഷ്ഠ, ധർമ്മജ്ഞനായിട്ടുള്ളവനെ ദക്ഷിണ കൊടുത്ത ശേഷം ഗുരുകുലത്തുനിന്ന് സ്വഗൃഹത്തിലേക്ക് പോയിട്ടുള്ള അങ്ങേക്ക് നല്ല ഭാര്യ കിട്ടിയില്ലേ? ഇതാണ് ആദ്യത്തെ ചോദ്യം. കാരണം അവില്ലിക്ക് എത്തണം, അതിനു വേണ്ടിയാണ്. ഇതറിയാത്ത ആളല്ല. എന്തുകൊണ്ട് അവില്ലിക്ക് എത്തണം അതും പറയാം. അങ്ങനെ ഭഗവാൻ തൻ്റെ സ്വഭാവം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ എത്രമാത്രം മഹത്തായിട്ടുള്ളതാണ് എന്നുള്ള ഒരു ഭാഗം ഭഗവാൻ അവിടെ ഒരു ധർമ്മോപദേശം പോലെ ചുരുക്കി പറയുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കി കുശലാന്വേഷണത്തിലേക്ക് പോകുന്നത്. കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം അടുത്ത ചോദ്യം, ഗുരുകുലവാസത്തിനെ കുറിച്ച് അങ്ങ് ഓർക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സുദാമാവിന് ഒരു കുത്തലുണ്ട്. നമ്മളാരും അധികം അറിയാത്തൊരു കഥ അതിൻ്റെ പുറകിലുണ്ട്. അതാ കാട്ടിൽ വിറകിന് പോയപ്പോൾ ഉണ്ടായ ഒരു കഥയാണ്. നമുക്ക് കാട്ടിൽ വിറകിന് പോയതേ ആടാറുള്ളൂ കഥകളിയിലൊക്കെ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ 3 തരം ഗുരുക്കന്മാരെ കുറിച്ച് ഭഗവാൻ പറയും. നമ്മൾക്ക് ജന്മം തരണ അച്ഛനമ്മമാരാണ് നമ്മൾ ആദ്യത്തെ ഗുരു. ആര്യ മൂലമാണോ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനിട വരുന്നത്, അതും ആ ആചാര്യൻ ഗുരുവാണ്. ഞാൻ തന്നെയാണ് അതെന്ന് വിചാരിച്ചോളണം എന്ന് പറയും. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ആശ്രമങ്ങൾക്കും നമ്മൾ ബ്രഹ്മചര്യം തുടങ്ങി നമ്മുടെ വാനപ്രസ്ഥം വരെയുള്ള ആശ്രമങ്ങൾക്ക്, സന്യാസം വരെയുള്ള ആശ്രമങ്ങൾക്കൊക്കെ അറിവിനെ കൊടുക്കുന്ന, ജ്ഞാനം നൽകുന്ന സദ്ഗുരുവായിട്ടുള്ള ഒരേ ഒരാൾ അതും ഞാൻ തന്നെയാണ്. ഇങ്ങനെ 3 ഗുരുക്കന്മാരാണ് നമുക്കുള്ളത്. ആ 3 ഗുരുക്കന്മാരെയും വന്ദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുശലാന്വേഷണ ഭാഗത്തേക്ക് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മയുണ്ടോ അങ്ങേക്ക്, പണ്ടൊരിക്കൽ നമ്മുടെ ഗുരുവിൻ്റെ പത്നി വിറക് എടുത്തിട്ട് വരാൻ നമ്മളോട് പറഞ്ഞു. അടുപ്പിന് തീ പൂട്ടാനില്ല. സന്ധ്യ നേരായ നേരത്ത് നമ്മളെ പറഞ്ഞയച്ചു. വിവരം അറിഞ്ഞു വന്ന സാന്ദീപനി മഹർഷി അവരെ കുറേ ചീത്തയും പറഞ്ഞു. ഈ നേരത്താണോ കുട്ടികളെ പറഞ്ഞയക്കുക? നമുക്കോ മക്കളില്ല, അന്യരുടെ മക്കളെ നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നീ എന്ത് കണ്ടിട്ടാണ് ഈ സന്ധ്യാനേരത്ത് ഈ കുട്ടികളെ കൊടുങ്കാട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗുരുപത്നിക്ക് അന്ന് കുറേ ചീത്തയൊക്കെ കേട്ടു. നമ്മൾ കാട്ടിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് നേരം പോയി കുറേ വിറകൊക്കെ ശേഖരിച്ചെങ്കിലും മഴ വന്നു. രണ്ടുപേരും ഭയന്ന് വിറച്ച് ഇരുട്ടായി അന്യോന്യം കെട്ടിപ്പിടിച്ചിരുന്ന് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. രാവിലെ ആയപ്പോഴാണ് സാന്ദീപനി മഹർഷി നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ പകുതി വഴി വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം നമ്മളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിലുള്ള ഭക്തി കൊണ്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. പഠിച്ചതൊന്നും മറക്കാതിരിക്കട്ടെ, ആവശ്യത്തിന് പ്രയോഗിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഓർമ്മയുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് അതാണ്. പഠിച്ചത് മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം, മറക്കാതെ അത് പ്രയോഗിക്കാൻ പറ്റണം നമുക്ക് ആവശ്യമുള്ള സമയത്ത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കിട്ടാൻ കുറച്ച് കഷ്ടമായി വരികയാണ്. ഇനി അങ്ങോട്ട് പോകുന്നതോറും അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ കാലം തെറ്റിയുണ്ടായ മഴ സഹിച്ച കഥയൊക്കെ പറയുമ്പോൾ കുചേലൻ കണ്ണീര് വാർക്കുന്നത് നമ്മൾ കരുതുന്നത് നൊസ്റ്റാൾജിയ കൊണ്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് കഴിഞ്ഞു പോയൊരു കാലത്തിലെ ഒരു നല്ല സംഭവം, അന്ന് ഞങ്ങൾ എക്സ്കർഷന് പോയപ്പോൾ അവിടെ, അത് അങ്ങനെയുള്ള ഒരു കരച്ചിലല്ല, അത് ഉൾക്കുത്താണ്. കാരണം ഈ കാട്ടിൽ പോകുമ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് വേവിച്ച വെള്ളക്കടല കൊടുത്തിട്ടുണ്ടായിരുന്നു സുദാമാവിൻ്റെ കയ്യിൽ ഗുരുപത്നി. ഇത് അരയിലുണ്ടായിരുന്നു. ഭഗവാൻ അറിയാം ഇത് കയ്യിലുണ്ടെന്ന്. ഇവര് സാധാരണ പറയുന്നത് പോലെ രണ്ടുപേരും ഒരു മരത്തിലല്ല കയറിയത്, രണ്ടുപേര് 2 മരത്തിലാണ് കയറി കൂടിയത്. ഇടിവെട്ടിയപ്പോൾ പേടിച്ചങ്ങോട്ട് കയറിയതാ. ഇരുട്ടത്താണ് സംസാരം, അന്യോന്യം കാണാൻ പോലും പറ്റില്ല. നല്ലോണം വിശക്കുണ്ട് രണ്ടുപേർക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധാമാവൻ ഓർമ്മ വന്നത്, എൻ്റെ അരയിൽ ഈ വെള്ളക്കടല വേവിച്ചിരിപ്പുണ്ട്, ചന്ന. അപ്പോൾ അവനത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാനും വയ്യ, പേടിയാ മരത്തുനിന്ന് താഴെ ഇറങ്ങാൻ, എന്നാൽ വിശപ്പ് സഹിക്കാനും വയ്യ. അപ്പോൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ജീവിതമൊന്നും ചിന്തയിൽ വന്നില്ല. കുറച്ചെടുത്ത് കഴിച്ചു. കഴിക്കാൻ തുടങ്ങിയ വിശപ്പ് കൂടും. വിശപ്പ് കൂടുന്നതനുസരിച്ച് അത് കുറച്ചുകൂടെ കഴിച്ചു. പകുതി അവന് കൊടുക്കാം. ആദ്യം 3/4 ഭാഗം കൊടുക്കാമെന്നായിരുന്നു, പിന്നെ പകുതി കൊടുക്കാമെന്നായി. പകുതിയും കഴിച്ചു കഴിഞ്ഞപ്പോഴും വിശപ്പ് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഭഗവാൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, നേരം ഇത്രയായി, നമുക്കിനി പോകാൻ പറ്റുന്നുള്ളൂ, ഇന്ന് രാത്രി പട്ടിണി തന്നെ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് മരത്തുനിന്നതൊക്കെ കേൾക്കാം. പക്ഷെ താൻ കഴിച്ചിനി എച്ചിലായിട്ട് കൊടുക്കണ്ടേന്നുള്ള ചിന്ത കൊണ്ടും തൻ്റെ വിശപ്പ് മാറാത്തത് കൊണ്ടും ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടും അദ്ദേഹം ആ കടല മുഴുവൻ കഴിച്ചു തീർത്തു. ഗുരുവായൂരപ്പനെ പട്ടിണി കിട്ടു. ഈ ഒരു കാരണം കൊണ്ട് കുചേലൻ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാറുണ്ട്. ഭഗവാൻ അതുകൊണ്ട് അനുഭവിപ്പിക്കില്ല. പക്ഷെ ചരാചര പ്രഭുവിൻ്റെ വയറ് നിറച്ചാൽ അത് ഒരു മുരിങ്ങയിലയാണെങ്കിൽ പോലും പ്രപഞ്ചം മുഴുവൻ തൃപ്തിപ്പെടും. ദ്രൗപദിയുടെ ഉച്ഛിഷ്ടമാണ് ശരിക്കും ഭഗവാൻ കഴിച്ചത്, അല്ലേ? ശബരിയുടെ ഉച്ഛിഷ്ടമാണ് ഭഗവാൻ കഴിച്ചത്. പഴം കടിച്ചു നോക്കിയാൽ കൊടുത്തിരുന്നത്. അപ്പൊ ഭഗവാൻ ഉച്ഛിഷ്ടം ഒരു വിഷയമല്ല, അറിഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവാന്റെ തൃപ്തി. അപ്പോൾ അങ്ങനെ ആ ഒന്നിച്ചു പഠിച്ച കുചേലനെ കട്ടിലിരുത്തി സൽക്കരിച്ചിട്ട് ഇതൊന്നും ഇട്ടുകൊടുക്കുന്നത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. ഓർമ്മിപ്പിക്കും. നമ്മൾ അദ്ദേഹത്തിനിട്ട് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കും. ഓർമ്മിപ്പിച്ചതിന് ശേഷം അത് പരിഹരിച്ചു തരും. അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞ് നേരം പോയി.
പിറ്റേന്ന് രാവിലെ ബാക്കി എല്ലാവരും ഉറക്കം വന്നൊക്കെ പോയി. സുഹൃത്തുക്കൾ കണ്ടുമുട്ടിക്കഴിഞ്ഞ് അങ്ങനെയാണല്ലോ, രാത്രി മുഴുവൻ ഇരുന്ന് വർത്താനം പറയും. അങ്ങനെ ഏകദേശം പുലരാറായപ്പോഴാണ് രണ്ടുപേർക്കും സമയം പോയി എന്ന് മനസ്സിലായത്. അപ്പോൾ ഭഗവാൻ നിത്യകർമ്മങ്ങൾക്ക് പോവുകയാണ്. കുചേലനാണെങ്കിൽ അന്ന് പുറപ്പെട്ട് പോവുകയാണ്. കുചേലൻ പറഞ്ഞു, ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ കണ്ടു തൃപ്തിയായി, ഞാൻ പോവുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ഭഗവാന്റെ ആ ഗുരുകുലവാസത്തിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം കുചേലൻ്റെ മനസ്സിലുണ്ടാക്കിയ ദുഃഖത്തിൻ്റെ ഓളമായിരിക്കണം അജിതാഹരേ എന്നുള്ള സ്തുതി എഴുതാൻ മുരുങ്ങൂർ ശങ്കരൻ പോറ്റിയെ പ്രേരിപ്പിച്ചത്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള വരി ഏതറിയോ? നീലനീരത വർണ്ണ മൃദുല കമല രുചിര നയന എന്ന് വിളിച്ചിട്ട് നൃഹരേ എന്നാ വിളിക്കണത്. നീ കാണാൻ സുന്ദരനാണ്, നീലനീരതം നീലത്താമര പോലുള്ള നിറമുള്ളവനാണ്, മൃദുല കമല മൃദുലമായിട്ടുള്ള താമരപ്പൂവിൻ്റെ എതള് പോലുള്ള കണ്ണുകളുള്ളവനാണ്, രുചിരനയനൻ കണ്ടാൽ തന്നെ മയങ്ങിപ്പോവും നമ്മൾ, അങ്ങനത്തെ കണ്ണുകൾ. അങ്ങനെയുള്ള നീ നരസിംഹവുമാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളിക്കാൻ പോകുമ്പോൾ ഓർക്കണം, അതൊന്നു മാത്രമല്ല, സിംഹവുമാണ്. ആ ഭഗവാനാണ് കുചേലൻ്റെ ഒപ്പം ഒരേ കട്ടിലിൽ കയ്യും പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുചേലവൃത്തം എപ്പൊക്കെ കാണുമ്പോഴും ആ പദം എത്തുമ്പോൾ ഭഗവാനെ കണ്ണടച്ച് ധ്യാനിക്കുക. അതിൻ്റെ അകത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ശങ്കരൻ പോറ്റി സാക്ഷാത്കാരം കിട്ടിയ ആളായിരുന്നു. ഇന്ന് നമ്മുടെ ഈ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം നിൽക്കണതിൻ്റെ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ കുചേലവൃത്തം കഥ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്താണെന്ന് ചോദിച്ചാൽ ഈ നീലനീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ എന്ന് വിളിച്ചതാണ്. ഭഗവാനെ മനസ്സിലാക്കിയ ഒരാൾക്കേ അത് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തൊരാൾക്ക് അത് വിളിക്കാൻ പറ്റില്ല. അത് കുചേലബ്രാഹ്മണൻ വിളിച്ചതായിട്ട് എഴുതി വെച്ചു. എന്താണെങ്കിലും അതിനുശേഷം ഈ കഥയുടെ പോക്ക് അങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ ചുരുക്കുകയാണ്. ഇനിയിപ്പോൾ സമയം നമുക്കില്ല, ഇപ്പം തന്നെ 1.5 മണിക്കൂർ ഞാൻ എടുത്തു. ആ കുട്ടി ശപിക്കും തന്നെ ഇനി ഞാനിതിൻ്റെ അപ്പുറത്തേക്ക് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ. അപ്പം സുദാമാവിൻ്റെ യാത്ര അതിരാവിലെ തന്നെ പുറപ്പെട്ട് ഭഗവാനോട് യാത്രയും പറഞ്ഞ് ഭഗവാൻ പുരത്തിൻ്റെ വാതിൽ വരെ വന്ന് കൊണ്ടാക്കി. ഒരക്ഷരം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എന്താ വന്നതെന്നോ എന്താ വേണ്ടാത്തോ ഒന്നും ചോദിച്ചില്ല. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് സാധാരണ പറയാറ്. അതാ വന്നു കഴിഞ്ഞ് ഉടനെ ഉണ്ടായൊരു സംഭവം. ഞാനിതെന്തുകൊണ്ടാണ് പറയാനെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുചേലൻ്റെ മനസ്സിൻ്റെ ഗതി നമുക്ക് മനസ്സിലാവില്ല. കുചേലൻ ഒന്നും ചോദിക്കുന്നില്ല, ഭഗവാനും ഒന്നും ചോദിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ അവിൽ പിടിച്ച് കഴിച്ചത് ഭഗവാൻ വാസ്തവത്തിൽ ഒരു ലീലയായിട്ടാണ് ചെയ്തിട്ടുള്ളത്, വളരെ ലീലയായിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് വിശക്കണു 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 എന്നാണ് പറയണത്. വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എനിക്ക് വിശക്കണു 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 എന്ന് പറഞ്ഞത്. കുചേലനെ കണ്ടതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ആ വിശപ്പം കൂടെ ഇരട്ടിച്ചു. എന്ത് വിശപ്പാ? ഒരു ഭക്തൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്നൊരു വിശപ്പുണ്ട് ഭഗവാൻ. പഴയ സുമേഷ് തിരുമേനി ഗുരുവായൂർ മേൽശാന്തി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാം ഊഴത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനിത് മുമ്പ് ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനും ആ പരിസരത്ത് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കത് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ശ്രീകോവിലിൻ്റെ അകത്ത് ഭഗവാന് പാല് തീർന്നു പോയി. അങ്ങനെ വരണമല്ല ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാം അതിൻ്റെ സ്ഥാനത്ത് കൃത്യമായിട്ടുണ്ടാവും. പൂജയ്ക്ക് നടയടക്കണം, ഉച്ചപൂജ സമയമാണ്, പാലില്ല. പെട്ടെന്ന് നോക്കും പാലില്ല. കാരണം അതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു അത്യാവശ്യം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാലെടുത്ത് ഉപയോഗിക്കുക, അങ്ങനെ എന്തോ ഉണ്ടായി. എനിക്കിപ്പോൾ അതിൻ്റെ വിശദാംശം ഓർമ്മയില്ല. അപ്പോഴുണ്ട് അതാ വരണ ക്യൂവിൽ ഒരു സ്ത്രീ ഒരു പാത്രം കൊണ്ടേ മുന്നിൽ വയ്ക്കുന്നു സോപാനത്തിൽ. തിരുമേനിക്ക് എന്തോ ചോദിക്കാൻ തോന്നി. എന്താ തുറന്നു നോക്കൂ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ പാലാ. അവർക്കൊരു പശു ഉണ്ടായി. ആ പശു പെറ്റ ആ പശുവിന് കിടാവുണ്ടായിട്ട് അതിൻ്റെ ആദ്യത്തെ കറവയുടെ പാല് ഗുരുവായൂരപ്പന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ബസ് കയറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യിച്ച് അകത്തുള്ള പാലിൻ്റെ സ്റ്റോക്ക് തീർത്തിട്ട് ആ പാൽ അകത്തേക്ക് വാങ്ങാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ചെയ്തതാണ്. ഇതുണ്ടായിട്ടിപ്പോൾ അധികം കാലമൊന്നും ആയിട്ടില്ല. ഒരു കോവിഡിന് തൊട്ട് കുറച്ച് മുമ്പുള്ള വർഷങ്ങളിലാണ് അത് ഉണ്ടായത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണേ. അപ്പം അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വാങ്ങിച്ചെന്നെ എടുക്കും. അങ്ങനെ ആ കുചേലൻ്റെ കയ്യിലിരിക്കുന്ന ആ കക്ഷത്തിരിക്കുന്ന അവിൽപ്പൊതിയെ ഭഗവാൻ ഞൊടിയിട കൊണ്ട് നിമിഷാർദ്ധം കൊണ്ട് എന്തും ചെയ്യാൻ ജഗത്തുക്കളെ സൃഷ്ടിച്ച് സംഹരിക്കണം അദ്ദേഹത്തിനാണോ 4 പിടി അവിലിനെ തൻ്റെ കയ്യിലേക്ക് വരുത്താൻ സമയം വേണ്ടത്? ആ 4 പിടി അവിലിനി വാങ്ങിച്ചെടുത്തു. എന്തുകൊണ്ട് 4 പിടി? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 പുരുഷാർത്ഥങ്ങളാണ്.
ആ 4 പിടി അവിലാണ് സ്റ്റോക്ക്. അതിനെ അങ്ങോട്ട് എടുക്കുകയാണ്, അതിനെ അങ്ങോട്ട് വാങ്ങി. അതായത് കൊണ്ടുവന്ന കുചേലനെക്കാട്ടിലും കൊണ്ടുവന്ന കുചേലപത്നിയുടെ ആത്മാവാണതിൽ. ആ ആത്മാവിനെ ഭഗവാൻ സ്വീകരിക്കുകയാണ്, ആ ആത്മസമർപ്പണത്തിനെ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിച്ച് അതിനെ വേഗത്തിൽ തുറന്നിട്ട്, കല്ലും കട്ടയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, മര്യാദയ്ക്കൊന്നും ആയിട്ടില്ല, അതിനെ ഒരു പിടി അങ്ങോട്ട് വാരി തൻ്റെ ആ വെണ്ണ ഉമ്മണ വായിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്നാ പറഞ്ഞു. അത് ഇട്ട പാടെ ഭഗവാൻ അത് സ്വാദോട് കൂടിയിട്ട് ചവയ്ക്കുമ്പോൾ പെട്ടെന്ന് പല്ലിൽ കല്ലും കടിച്ചു, തവിട് കവിളിൻ്റെ ഉള്ളിൽ മുറിവുണ്ടാക്കി. എന്നാലും സന്തോഷത്തോടു കൂടി അത് മുഴുവൻ ചാവച്ചരച്ച് കഴിച്ചു. കഴിച്ചിട്ട് അടുത്തത് കഴിക്കാനുള്ള വെമ്പലും വ്യഗ്രതയും കൊണ്ട് അടുത്ത പിടിയിലേക്ക് അങ്ങോട്ട് വെച്ചതും രുക്മിണി കണ്ണുകൊണ്ട് കാണിച്ചു. നമ്മൾ സാധാരണ പറയുമ്പോൾ സൗകര്യത്തിന് പറയും, എന്ത് കണ്ടിട്ടാ എന്നെയും കൂടെ കൊടുക്കാനാണോ എന്നൊക്കെ രുക്മിണി പറഞ്ഞു. ഒരിക്കലും ആ പതിവ്രതാരത്നം മഹാലക്ഷ്മി ഒരു അതിഥിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. ഒരാംഗ്യത്തിൽ കൂടെ ഒരു നോട്ടത്തിൽ കൂടെ ഭഗവാനെ തടഞ്ഞിട്ടുണ്ടാവാം. ഇവൾ അല്ലെങ്കിൽ പോലും എക്സ്ക്യൂസ് മീ ഒന്നിങ്ങോട്ട് വരൂ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും വിളിച്ചിട്ടുണ്ടാവില്ല. ഒരു നോട്ടം കൊണ്ട് തടഞ്ഞിട്ടുണ്ടാവാം, ഒറ്റ നോട്ടം കൊണ്ട്. അതുതന്നെ ഒരുപാടുണ്ട് ശരിക്കും. രുക്മിണി അങ്ങനെ പറയാനും ഭഗവാന്റെ ആ പ്രവൃത്തി രുക്മിണിക്ക് അതിനുള്ളൊരു അവസരം കൊടുത്തു എന്നാ പറയുന്നു. അതുപോലും വ്യാഖ്യാനിക്കാറുണ്ട് സാധാരണ. എന്താണെങ്കിലും ആ കഴിക്കലിൽ കുചേലന് കൊടുക്കാവുന്നതൊക്കെ ഭഗവാൻ കൊടുത്തു. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, ഇവിടെയും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഗുരുവായൂരപ്പൻ എന്തും കയ്യിൽ തരില്ല, വീട്ടിലേ കൊടുക്കുള്ളൂ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വീട്ടിലേ തരുള്ളൂ. ഭഗവാന്റെ അവിടെ പണിതാ ഭഗവാൻ വീട്ടിലിട്ട് പണിയും. കുടുംബം തോണ്ടി തരും. ഭഗവാന് നല്ലത് ചെയ്താൽ, പ്രപഞ്ചത്തിന് നല്ലത് ചെയ്താൽ ഭഗവാൻ അത് വീട്ടിൽ തരും. ഭഗവാനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല അതിലർത്ഥം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരൊറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് സാധുക്കളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവൻ എവിടെയുണ്ടോ അവനിട്ടിട്ടാണ് ഭഗവാൻ പണി കൊടുക്കുക. അല്ലാതെ ഭഗവാന്റെ മുതൽ മോഷ്ടിച്ചാൽ പോലും ഭഗവാൻ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല, പലപ്പോഴും സംഭവിക്കാറില്ല. അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല. ഗുരുവായൂരപ്പൻ കണ്ണു തുറക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരെടുത്തിട്ട് ദുർവിനിയോഗം ചെയ്തിട്ട് മറ്റൊരാളെ ദ്രോഹിക്കാനോ മുതലെടുപ്പ് നടത്താനോ ഉപയോഗിക്കുന്ന ഭക്തവേഷം കെട്ടിയിട്ടുള്ള വർഗങ്ങളുണ്ടല്ലോ, അവരെയാണ് ഭഗവാൻ ശരിക്കും പിടിക്കുക. ആദ്യം നന്നായി വളർത്തി മറ്റൊരു മതഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ പന പോലെ വളർത്തും, എന്നിട്ട് അടിയോടങ്ങോട്ട് വെട്ടും. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു രീതിയാണ്. ജരാസന്ധനൊക്കെ വളർത്തി എവിടെ എത്തിച്ചു അല്ലേ? എന്നിട്ട് എങ്ങനെയാ വെട്ടിയത്? അതുപോലെ വളർത്തി വെട്ടും. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവമാണ്. കുചേലൻ്റെ കാര്യത്തിലാണ് ആ നല്ലത് കൊടുത്തതിൻ്റെ കുടുംബത്താ കൊടുത്തത്. കുചേലൻ ഇങ്ങനെ പലവിധ ചിന്തകളോട് കൂടിയിട്ട് നടക്കുമ്പോൾ കുചേലൻ്റെ മനസ്സിൽ പിന്നെ ഉണ്ടാവണ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രറ്റാ, നിരാശ. ഞാൻ പോയി, എനിക്കൊരു അവസരം കിട്ടി, ഞാൻ കണ്ടു ഭഗവാനെ, പക്ഷെ ഞാൻ ഒന്നും ചോദിച്ചില്ല. ആ അവിലിൻ്റെ കാര്യം അദ്ദേഹം ചിന്തിക്കുന്നു പോലുമില്ല. അവള് കൊടുത്തയച്ച അവിൽ അദ്ദേഹം കഴിച്ചല്ലോ എന്ന് പോലും നിർവൃതി കൊണ്ട് ചിന്തിക്കുന്നില്ല. അത് ഏത് വലിയ സിദ്ധാന്തം പറയുന്ന ബുദ്ധിമാന്മാർക്കുള്ള പ്രശ്നമാണ്. എന്താ അറിയോ? അവർ സിദ്ധാന്തം പറയും, ഇല്ലായ്മയാണ് എൻ്റെ അലങ്കാരം എന്നൊക്കെ പറയും. പക്ഷെ ഒരു അംഗീകാരം കിട്ടട്ടെ, അവർക്ക് ആരെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുക്കട്ടെ, ഒരു അവാർഡ് ഫംഗ്ഷൻ കൊടുത്തിട്ട് അവർ ആ 10 ദിവസം അവിടെ താമസിക്കുമ്പോഴും ഭാര്യ മക്കളെ ആലോചിക്കില്ല, അവർ മറന്നുപോകും. അംഗീകാരം വരുമ്പോൾ ജീനിയസ് അത് മറക്കുന്ന പറയുക. വന്ന വഴി മറന്നു കുചേലൻ. തിരിച്ചു പോകുമ്പോൾ ഓർമ്മ വരണം, അയ്യോ ഞാനൊരവസരം നശിപ്പിച്ചല്ലോ എന്ന്. ആ അവസരം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. തൻ്റെ വീട് നിന്ന സ്ഥലമേ മാറിപ്പോയിരിക്കുന്നു. സകലതും സ്വർണ്ണമയം, പുതിയ പുതിയ കെട്ടിടങ്ങൾ, അതിസുന്ദരികളായിട്ടുള്ള ദാസിമാർ, തൻ്റെ മക്കൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പുതിയ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് അവർ തിരിച്ചെൻ്റെ ആരാ എന്നെ വന്ന് കെട്ടിപ്പിടിക്കണമെന്നാ. ഏതൊക്കെയോ പിള്ളേർ വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കണം. നോക്കുമ്പോൾ ഇത് തൻ്റെ മക്കളല്ലേ എന്ന് തിരിച്ചറിയണു. അതാ നോക്കുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ കല്യാണി എന്ന് പേരോട് കൂടിയിട്ടുള്ള തൻ്റെ പത്നി അതാ ഇറങ്ങി വരണു. ഇപ്പോഴാണ് അവളെ കല്യാണി എന്ന് വിളിക്കാൻ പറ്റുക. കുചേലവൃത്തം ആട്ടക്കഥയിൽ വൃദ്ധ എന്ന് പറഞ്ഞിട്ടൊരു വേഷമുണ്ട്. അവിടുത്തെ ഒരു അടിച്ചുകളിക്കാരിയാ. കുചേലൻ്റെ ഈ വീടൊക്കെ അവർ രാവിലെ ദിവസം മിറ്റടിക്കണേ, എന്നും അവിടെ ഒരു കുടില കാണാറ്. ആ ദിവസം രാവിലെ പുലർച്ചെ അടിച്ചു കളിക്കാൻ വന്നപ്പോൾ കുടിലൊന്നും കാണാനില്ല. ആദ്യം വൃദ്ധ കാണുന്നത് കുചേലൻ വരണതിന് മുന്നേ.
വൃദ്ധ അങ്ങനെ അടിച്ച് ചൂലായിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. താൻ അടിച്ചു കളിക്കുന്ന സ്ഥലമൊക്കെ മാറിയിട്ട് അവിടെ വലിയ കൊട്ടാരമൊക്കെ ആയിരിക്കുന്നത്. കോട്ടക്കൽ ദേവദാസേട്ടൻ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. കുചേലവൃത്തത്തിലെ വൃദ്ധ. ആ വൃദ്ധയുടെ വർണ്ണന തന്നെ ഒരുപാടുണ്ട് ശരിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് കുചേലന്റെ ആ സമ്പൽ സമൃദ്ധിയെ നോക്കിക്കണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കിട്ടണം. ഈ ഭഗവത്ഗീതയിലെ പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് പറഞ്ഞ ശ്ലോകം ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. കുചേലന്റെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട് അവില് തരാൻ പറയണ സമയത്ത്. രണ്ടിലും ഒരേപോലുള്ള ശ്ലോക, അത് കോമൺ ശ്ലോക. അത് എത്രമാത്രം അർത്ഥവത്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുചേല ചരിത്രം പഠിക്കണം. കുചേലന് ഒരുപടി അവിലേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതമേ ഭഗവാന് സമർപ്പിക്കാമല്ലോ. വീട്ടിൽ എന്ത് നല്ലതുണ്ടാക്കപ്പെടാ ഉണ്ണിക്കാണെന്നും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ സന്തോഷമല്ലേ? എന്തും സമർപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ നമുക്ക് ഭഗവാനെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ് വാസ്തവത്തിൽ കുചേലവൃത്തം കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അനവധി കാര്യങ്ങൾ നമുക്ക് ശരിക്ക് വർണ്ണിക്കാനുണ്ടെങ്കിലും കുചേലവൃത്തം കഥയുടെ ആകത്തുക നമ്മൾ എടുക്കുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. കുചേലൻ എന്ന് പറയുന്നത് നമ്മളാണ്, ജീവാത്മാവാണ്. ഭഗവാൻ പരമാത്മാവ്. ജീവാത്മാവിനൊരു ശരീരം കിട്ടുമ്പോൾ ആ ശരീരം കൊണ്ട് പലതും ചെയ്യാമെന്ന് അഹങ്കരിച്ചിട്ട് ജീവാത്മാവ് പരമാത്മാവിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കും, തൻ്റെ ഈഗോയിലിരിക്കും. അതിപ്പോൾ ഉദാത്തമായിട്ടുള്ള സിദ്ധാന്തമാവട്ടെ, വളരെ മോശപ്പെട്ട ചിന്താഗതികളാവട്ടെ, എന്തോ ആവട്ടെ. പക്ഷെ ഒരു സമയം വരുമ്പോൾ അത് പത്നിയുടെ രൂപത്തിലോ മക്കളുടെ രൂപത്തിലോ ഗുരുനാഥൻ്റെ രൂപത്തിലോ ആരുടെയെങ്കിലും ഒരു രൂപത്തിലൊരു മാർഗനിർദ്ദേശം കിട്ടും നമുക്ക്. അപ്പോഴാണ് നമുക്ക് ചിന്ത വരിക, ആ പരമാത്മാവെങ്കിലേക്ക് പോകണം എന്നുള്ള ചിന്ത വരുമ്പോൾ ആ ജീവാത്മാവ് ആ പരമാത്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പരമാത്മാവ് ജീവാത്മാവിനെ ആശ്ലേഷിക്കുക മാത്രമല്ല, ആ ജീവാത്മാവിന് ഇനിയുള്ള കാലം ആ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടതൊക്കെ കൊടുത്തു വിടുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക പാഠം കുചേലവൃത്തം കഥയിൽ. കുചേലൻ നമ്മൾ തന്നെയാണ്, നമ്മളാകുന്ന നമ്മുടെ ആത്മാവാണ് കുചേലൻ എന്ന് മനസ്സിലാക്കിയാൽ ഈ കീറത്തുണി എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ്. ആ കീറത്തുണി, മോശപ്പെട്ട തുണി, മുഷിഞ്ഞ തുണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേഹമാണ്. മലിനമായിട്ടുള്ള ഈ ദേഹം, രക്തമാംസ ശുക്ലാദികളും മലങ്ങളും ഒക്കെ കൊണ്ട്, മൂത്രാദികളൊക്കെ കൊണ്ട് നശിച്ചിട്ടുള്ള ഈ ശരീരം, ഈ ശരീരം തന്നെയാണ് കുചേലൻ്റെ ചേല. ആ ചേല നമ്മൾ ഉള്ളിടത്തോളം കാലം ആ ചേലയെ നന്നായി വെക്കുകയും വേണമെന്നാണ് ഭഗവാൻ. ഒരിക്കലും ഇതിനെ മോശമായിട്ട് കീറിപ്പറഞ്ഞത് ഉടുക്കുന്നതാണ് ഉദാത്തവും ലാളിത്യവും എന്ന് ഗുരുവായൂരപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉള്ളവൻ നന്നായി ഉടുത്തും നല്ല അണിഞ്ഞൊരുങ്ങിയും തന്നെ ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ പോകണം. ചിലർ പറയും ഗുരുവായൂർ പോകുമ്പോൾ എന്തിനാത്ര വേഷം കെട്ടണം ചോദിക്കും. അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ പറയാം. നന്നായി അലങ്കരിച്ച് അവനവനെ നന്നായി പ്രസൻറ്റബിൾ ആക്കിയിട്ട് പോകണം. ഭഗവാൻ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ കാണാൻ കൊള്ളാത്ത മാതിരി പോയാൽ പറയും ഞാൻ ഇത്രയും കൊടുത്തിട്ട് വന്നിരിക്കുന്ന കോലം കണ്ടില്ലേ എന്ന് പറയും. അങ്ങനെ ലാളിത്യത്തോടെ പോകേണ്ട സ്ഥലങ്ങളുണ്ട്. മഹാദേവനെ പോലുള്ള മൂർത്തികൾ സന്യാസഭാവത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ ആർഭാടായിട്ട് പോരുത് എന്ന് വെച്ചിട്ട് തോന്നണമായി അസഭ്യമായിട്ടുള്ള വസ്ത്രവിധാനം നടത്തി പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. അഴകായിട്ട് പോകണം, ഒരു ചക്രവർത്തിയെ കാണാനാ പോകണം. അപ്പം അങ്ങനെ പോകണം നമ്മൾ. ഇനിയൊരിക്കൽ കുചേലൻ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭഗവാന് എങ്ങനെയും ഒരു 80 വയസ്സായിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നത്. ഈ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ കുചേലൻ തിരിച്ച് കാണാൻ വരുമ്പോൾ 10-13 വയസ്സിൽ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും 80 വയസ്സെങ്കിലും കാണും തമ്മിൽ കണ്ട കാലത്ത്. കാരണം ഭഗവാൻ 126 വയസ്സ് വരെ ജീവിച്ചു. ചില കണക്ക് വെച്ച് നോക്കിയാൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടായിരിക്കണം കാണാൻ വന്നിട്ടുണ്ടാവുക. അപ്പം അവർക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കിന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ജീവാത്മാവ് പരമാത്മാവിനെ തേടിപ്പോകുന്ന ഒരു തീർത്ഥയാത്രയാണ് ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ എന്നുള്ള യാത്ര. അത് മനസ്സിലാക്കി ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഈ നാരായണീയത്തിൻ്റെ ആ അവസാനത്തെ ശ്ലോകം ചൊല്ലി ഞാൻ സമർപ്പിക്കുകയാണ്. സരത്നശാലാസു വസന്നഭിസ്വയം സമുന്നഭക്തിഭരോ മൃതം ജയൗ ത്വമേവ മാപൂരിത ഭക്തവാഞ്ചിതോ മരുത്പുരാധീശ ഹരസ്വമേകദാൻ. ആ കുചേലൻ സ്വയം തൻ്റെ രത്നം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവനായിട്ടെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ മാറി അതിസമ്പത്ത് വന്നെങ്കിലും നോക്കൂ, സമ്പത്ത് ആർക്കാ കൊടുക്കുക? ഞാൻ പറഞ്ഞു, അത് കിട്ടിയാലും പക്വതയോട് ഉപയോഗിക്കാൻ സാധിക്കുന്നവനാ കൊടുക്കുക എന്നുള്ളതാണ്. കുചേലിൽ നിന്ന് ആ പക്വതയുണ്ട്. ആ പക്വതയുള്ളവനാകയാൽ ഉയർന്ന ഭക്തി കൊണ്ടും ആദരവും കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു. ആ കിട്ടിയ ധനം മുഴുവൻ അദ്ദേഹം ഭഗവത് കൈങ്കര്യത്തിനായിട്ട് ഉപയോഗിച്ചു.
ദാനധർമ്മങ്ങൾ നടത്താനും കുട്ടികളെ പഠിപ്പിക്കാനും കിണറുകൾ കുഴിക്കാനും കുളങ്ങൾ കുഴിക്കാനും ജലാശയങ്ങൾ നിർമ്മിച്ച് ജനങ്ങൾക്ക് തണ്ണീർ പന്തലുകൾ ഉണ്ടാക്കാനും ഭഗവാന്റെ ഭക്തരെ ശുശ്രൂഷിക്കാനും ആയിട്ട് കുചേലനും കുചേലപത്നിയും ആവുന്നത്ര ധനം ചെലവഴിച്ചു എന്നാണ് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രങ്ങൾ പണിതു. അവർ ചെയ്യാത്ത ദാനധർമ്മങ്ങളില്ല. അങ്ങനെ ചെയ്ത് അന്ത്യത്തിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അവർ ലയിച്ചു എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഇപ്രകാരം പൂർണ്ണമാക്കിയ ഭക്തന്മാരുടെ ആഗ്രഹത്തോടു കൂടിയവനായിട്ട്, അതായത് ഭക്തന്മാർ എന്താഗ്രഹിക്കുന്നു അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണ കൽപ്പവൃക്ഷമായിട്ടുള്ള ഗുരുവായൂരപ്പ, ഭക്തനായിട്ടുള്ള എൻ്റെ രോഗങ്ങളെ മാറ്റിത്തന്നാലും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്നതോട് കൂടിയിട്ട് ആ ഉപാഖ്യാനം അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുചേല പാദങ്ങളിലും പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും ഭഗവാന്റെ പട്ടമഹിഷിയായ മഹാലക്ഷ്മിയായ രുക്മിണീദേവിയുടെ പാദങ്ങളിലും സർവോപരി ഭഗവാനെ മനസ്സിൽ വെച്ച് ആരാധിച്ച് കുചേലന് മഹാത്മ്യം ഉണ്ടാക്കി കൊടുത്ത ആ കുചേലപത്നിയുടെ തൃപ്പാദങ്ങളിലും നമുക്കെല്ലാവർക്കും സാഷ്ടാംഗം നമസ്കരിക്കാം. എല്ലാവരും പൊന്നുഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ.